Hi students, അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. യു നോ ദിസ് ഇസ് എ ഡെമോ ക്ലാസ്. എന്നാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ നിങ്ങൾക്ക് ടോപ്പിക്ക് കാണാം, ദ കോംപ്ലക്സ് ചെസ് ബോർഡ് ജിയോ പൊളിറ്റിക്സ് ഓഫ് വെസ്റ്റ് ഏഷ്യ. നമ്മൾ വെസ്റ്റ് ഏഷ്യയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, വളരെ ബേണിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് വെസ്റ്റ് ഏഷ്യ. ഇസ്രായേൽ ഇറാൻ യുദ്ധം, സൗദി അറേബ്യ, റഷ്യയുടെ പ്രസൻസ്, USA പ്രസൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാനും നിങ്ങൾക്ക് താല്പര്യം കാണും. പിന്നെ നമ്മുടെ ക്ലാസ്സസിൻ്റെ ഫോർമാറ്റും ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പഠിപ്പിക്കുന്നതിന് മുമ്പ് വെസ്റ്റ് ഏഷ്യ മൊത്തവും നിങ്ങളെ ഒന്ന് പഠിപ്പിക്കും. അതിൻ്റെ ഒരു കവറേജ് നിങ്ങൾക്ക് തരും. അതിനുശേഷമാണ് നമ്മൾ ബൈലാറ്ററൽ റിലേഷൻസിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഏഷ്യയുടെ ഒരു എൻറ്റയർ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും ഇന്ത്യയുടെ നെയ്ബർഹുഡ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ ജിയോ പൊളിറ്റിക്സും ജിയോ എക്കണോമിയൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് പഠിപ്പിച്ചിട്ടായിരിക്കും ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പഠിപ്പിക്കാൻ പോകുന്നത്. ആഫ്രിക്കയുടെ ജനറൽ ഒരു ഓവർവ്യൂ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വെസ്റ്റ് ഏഷ്യ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഇനി ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. വാട്ട് ഈസ് വെസ്റ്റ് ഏഷ്യ? ദ കോൺസെപ്റ്റ് ഓഫ് വെസ്റ്റ് ഏഷ്യ. അപ്പോൾ ഇതൊരു ജോഗ്രഫി ബേസ്ഡ് കോൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇവിടെ ഈ സ്പോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഈ സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്ത് വിളിക്കും? യു വിൽ കോൾ ഇറ്റ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യ കഴിഞ്ഞ് പിന്നെയും വെസ്റ്റിലേക്ക് പോയാൽ ഈ ഒരു സ്ഥലം, ദിസ് ഈസ് യുവർ വെസ്റ്റ് ഏഷ്യ. അപ്പോൾ ഇതൊരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ് ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞു. അത് ഏഷ്യയുടെ ഈസ്റ്റ് ഏഷ്യ ഉണ്ട്, നമ്മൾ കിടക്കുന്ന ഇന്ത്യയുടെ ഭാഗമുണ്ട്, അത് കഴിഞ്ഞ് സെൻട്രൽ ഏഷ്യ ഉണ്ട്, പിന്നെ ഇവിടെ വെസ്റ്റ് ഏഷ്യ ഉണ്ട്. അപ്പോൾ ഇതൊരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്. ഇതാണ് കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു കോൺസെപ്റ്റ്. പക്ഷേ വേറൊരു വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മിഡിൽ ഈസ്റ്റ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. വെസ്റ്റ് ഏഷ്യയുടെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ നമ്മൾ ജിയോഗ്രഫിക്കലായിട്ട് തരംതിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ ഈസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ വെസ്റ്റിലേക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യ കാണാം. കുറച്ചുകൂടെ നമ്മൾ വെസ്റ്റിലേക്ക് പോയാൽ നമുക്ക് വെസ്റ്റ് ഏഷ്യ കാണാം. നിങ്ങൾക്ക് ഇവിടുത്തെ കാണാം, ഇന്ത്യ ഈ ഒരു ഏരിയ സെൻട്രൽ ഏഷ്യ വരും, ദെൻ യു ഹാവ് ഈ ഒരു ഏരിയ എന്താണ്, വെസ്റ്റ് ഏഷ്യ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വെസ്റ്റ് ഏഷ്യ ഈസ് എ ജോഗ്രഫിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ. ഇനിയും ഇവിടെയുള്ള രാജ്യങ്ങളെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് അസർബൈജാനെ കാണാം, ജോർജിയയെ കാണാം. അപ്പോൾ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളെ ചിലർ മിസ്സാക്കി പൊളയും. അർമേനിയ എന്ന് പറഞ്ഞ ഈ ചെറിയ രാജ്യം കാണാം, സൈപ്രസ് ടർക്കിയുടെ തൊട്ടടിയിൽ, പിന്നെ ടർക്കി ഉണ്ട്, സിറിയ, ലെബനോൻ, പാലസ്തീൻ, ഇസ്രായേൽ. പലസ്തീൻ ഇപ്പോൾ വളരെ ബേണിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പലസ്തീനെ എല്ലാവരും ഒന്നും രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ജോർദാൻ, സൗദി അറേബ്യ, ഈ അറേബ്യൻ പെനിൻസുലയിലുള്ള രാജ്യങ്ങൾ, യമൻ, ഒമാൻ, ഇവിടെ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, പിന്നെ പേർഷ്യൻ കൾച്ചറുള്ള ഇറാഖ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേരുന്ന ഈ ഏരിയയാണ് നമ്മൾ പറയുന്നത് എന്ത്, വെസ്റ്റ് ഏഷ്യ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ UAE നിങ്ങൾക്ക് കാണാം, ബഹ്റൈനും ഖത്തറും എല്ലാം കാണാം. ഈ ഒരു എൻറ്റയർ റീജിയൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് വെസ്റ്റ് ഏഷ്യ. അപ്പം നിങ്ങൾക്ക് ഈ സ്ലൈഡുകൾ പ്രൊവൈഡഡ് ആവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വെസ്റ്റ് ഏഷ്യയിൽ ഏതൊക്കെ രാജ്യമുണ്ടെന്നുള്ളൊരു അറിവ് വേണം. ഒരിക്കലും ഈ അറേബ്യൻ പെനിൻസുലയിലുള്ള രാജ്യങ്ങൾ, സൗദിയും അതുപോലെ തന്നെ യമനും കുവൈറ്റും ഖത്തറും, ഇത് മാത്രമാണ് വെസ്റ്റ് ഏഷ്യ എന്ന് വിചാരിക്കരുത്. വെസ്റ്റ് ഏഷ്യ ഒരു ബ്രോഡ് കോൺസെപ്റ്റാണ്. അതിനകത്ത് അർമേനിയ ഉണ്ട്, അസർബൈജാനും ഉണ്ട്, ജോർജിയ ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, സൈപ്രസ് ഉണ്ട്, ടർക്കി ഉണ്ട്. അപ്പം നിങ്ങളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. മിഡിൽ ഈസ്റ്റ് പലരും ഈ വെസ്റ്റ് ഏഷ്യയും മിഡിൽ ഈസ്റ്റും തമ്മിൽ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യും. പക്ഷേ ഇത് അങ്ങനെ അല്ല. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് യുവർ വെസ്റ്റ് ഏഷ്യ. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂറോ സെൻട്രിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് യൂറോപ്പിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, യൂറോപ്പാണ് ഏറ്റവും വലുത്. അപ്പം നിങ്ങളിവിടെ യൂറോപ്പിനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഇത് യൂറോപ്പാണെന്ന് വെച്ചോ, അപ്പം ലോകത്തിൻ്റെ സെൻട്രൽ യൂറോപ്പാണെന്ന രീതിയിൽ ഇവർ ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനായിട്ട് ഇവരെ എന്തിനെ കാണും, ഇവർ സ്വന്തം സാമ്രാജ്യത്തെ കാണും, ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടൻ ഇവിടുന്ന് ഇങ്ങോട്ട് അവൻ്റെ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവൻ നിയർ ഈസ്റ്റ് കാണും, പിന്നെയും അവൻ
മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം കാണും. പിന്നെയും അവൻ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഫാർ ഈസ്റ്റ് കാണും. അപ്പോൾ ഇത് ബ്രിട്ടൻ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ്. ഇത് എസ്പെഷ്യലി ഇത് ഉണ്ടാക്കിയ വ്യക്തിയുടെ, ഈ ഐഡിയ ഉണ്ടാക്കിയ വ്യക്തിയുടെ പേര് ആൽഫ്രഡ് മഹൻ എന്നാണ്. ഇദ്ദേഹം ഒരു നേവൽ ഡൊമൈനിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശസ്തനായ തിങ്കറാണ് ആൽഫ്രഡ് മഹൻ. ഇദ്ദേഹമാണ് ഈ പറയുന്ന നിയർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റ് നൽകുന്നത്. അപ്പം കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് എന്താണ്? വെസ്റ്റ് ഏഷ്യ എന്ന് തന്നെയാണ്. അത് ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷനാണ്. ഇതെന്താണ്? ബ്രിട്ടീഷുകാരുടെ ചിന്താഗതിയാണ് കാണിക്കുന്നത്. ഞങ്ങളാണ് ലോകത്തിൻ്റെ നടുക്ക്, ഞങ്ങളുടെ ഈസ്റ്റിലേക്ക് തൊട്ടടുത്ത് നിയർ ഈസ്റ്റ്, കുറച്ചുകൂടെ കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഫാർ ഈസ്റ്റ്. അപ്പോൾ ഈ ചിന്താഗതി ശരിക്കും ശരിയല്ല, പക്ഷേ ഇപ്പോഴും പലരും ഉപയോഗിക്കുന്ന വാക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് തന്നെയാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഷോസ് യൂറോ സെൻട്രിസം. യൂറോപ്പിൻ്റെ ഒരു എന്താ പറയുക, പ്രാധാന്യത്തെ കൂടുതൽ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, പക്ഷെ മിഡിൽ ഈസ്റ്റിന് ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയുടെ ഭാഗമായ ഈജിപ്റ്റ്, ഇവിടെ നിങ്ങൾക്ക് ഈജിപ്റ്റ് കാണാം. ഈജിപ്റ്റിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ നോക്കിയാൽ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ എടുത്താൽ, കഴിഞ്ഞ സ്ലൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏഷ്യൻ രാജ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഓബ്വിയസ്ലി ഉണ്ട് നമ്മുടെ ടർക്കി ഏഷ്യയിലും കിടക്കുന്നുണ്ട്, യൂറോപ്പിലും കിടക്കുന്നുണ്ട്. അതിൻ്റെ വിസ്തൃതി കാരണം അത് ഏഷ്യയിലും യൂറോപ്പിലും ഉണ്ട്. ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്ക വരുന്നുണ്ട്, ഈജിപ്റ്റ് നോക്കുന്നുണ്ട്, ഈജിപ്റ്റ് ഇസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നോർത്ത് ആഫ്രിക്കയിലുള്ള ഈജിപ്റ്റും വരും. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഡിഫറൻസസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് ഒന്നുകൂടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിനെ വെസ്റ്റ് എന്ന് പറയും. ഇതാണ് ഇവർ കാണുന്ന യൂറോപ്പ്. ലോകത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന പരമശക്തി യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ വെസ്റ്റിലേക്ക് പോയാൽ വെസ്റ്റ്, ഇപ്പം നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതായത് USA-യും കാനഡയൊക്കെ അവർക്ക് വെസ്റ്റാണ്. അവരുടെ തൊട്ടടുത്തുള്ള റീജിയൻ ഈസ്റ്റിലേക്ക് പോയാൽ നിയർ ഈസ്റ്റ് ആണ്. പിന്നെ അവർ കുറച്ചുകൂടെ ഈസ്റ്റിലേക്ക് അവരുടെ സൈഡിൽ നിന്ന് പോയാൽ ഇതെന്താണ്? മിഡിൽ ഈസ്റ്റ് ആണ്. അവർ കുറച്ചുകൂടെ ഈസ്റ്റിലേക്ക് പോയാൽ അവർക്ക് ഫാർ ഈസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ യൂറോപ്പിൻ്റെ വെസ്റ്റ് ആണ്, യൂറോപ്പിൻ്റെ ഈസ്റ്റ് തൊട്ടടുത്ത റീജിയൻ നോർത്ത് ഈസ്റ്റ്, കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അവർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫാർ ഈസ്റ്റ്. അതായത് യൂറോപ്പിനെ ലോകത്തിൻ്റെ സെൻറ്ററിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. അതാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് അംഗീകരിക്കണമെന്നില്ല. ഓക്കെ, അപ്പം കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ടേം എന്താണ്? വെസ്റ്റ് ഏഷ്യ തന്നെയാണ്. ക്ലിയർ? അപ്പം നമ്മുടെ ഫോറിൻ പോളിസി നമ്മൾ നോക്കിയാലും പലപ്പോഴും നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്നാണ് യൂസ് ചെയ്യാറുള്ളത്. ഇന്ത്യക്ക് പോളിസി ഉണ്ട്, ലുക്ക് വെസ്റ്റ് പോളിസി. ഓക്കെ, ഇന്ത്യയുടെ പോളിസികൾ ഇന്ന് നമ്മൾ പഠിക്കില്ല. ഇന്ന് എൻറ്റയർ മിഡിൽ ഈസ്റ്റിലെ കളികൾ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ കളികളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം. മിഡിൽ ഈസ്റ്റിൻ്റെയും വെസ്റ്റ് ഏഷ്യയുടെയും ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഡിഫറൻസസ് ഒക്കെ ഞാനിവിടെ തന്നിട്ടുണ്ട് ഇൻ ദ സ്ലൈഡ്സ്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഒരു ഓവർവ്യൂ തരിക എന്നുള്ളതല്ലേ. ഇനി ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്താണെന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാർണേഗി ഫൗണ്ടേഷൻ ആണ് ഇങ്ങനൊരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനൊരു ടേം കൊണ്ടുവന്നത്. പിന്നെ ഇത് പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി വെസ്റ്റ് ഏഷ്യ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചിലർ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഹോൺ ഓഫ് ആഫ്രിക്ക ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഓബ്വിയസ്ലി മിഡിൽ ഈസ്റ്റിലുള്ള ഈജിപ്റ്റ് ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. പിന്നെ മൊറോക്കോ, അൾജീരിയ, ലിബിയ, ടുണീഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാണെന്ന് പലരും പറയാറുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് ഈ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ട്രഡീഷണൽ ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് ആരൊക്കെ ഉള്ളൂ? നമ്മൾ വെസ്റ്റ് ഏഷ്യ കണ്ട ആൾക്കാരും പിന്നെ ഈജിപ്റ്റും മാത്രമേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഇല്ല. ഓക്കെ, G8 അതായത് പഴയ G7 ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഹോൺ ഓഫ് ആഫ്രിക്കയും ഈ പറയുന്ന ഈജിപ്റ്റിനെയും പിന്നെ അൾജീരിയ, ലിബിയ, ടുണീഷ്യ അങ്ങനെ പല രാജ്യങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ചിലർ ഇതിനെ ഈ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ മോളിൽ കാണുന്ന ഭാഗങ്ങളെയും ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, കാരണം ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പലരും പലതാ പറയുന്നത്. നിങ്ങൾ ഇത്രയും സങ്കല്പിച്ചാൽ മതി.
മിഡിൽ ഈസ്റ്റിനെക്കാട്ടിയും വെസ്റ്റ് ഏഷ്യയെക്കാട്ടിയും കൂടുതൽ രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് എന്ത്? ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ്. ഞാൻ പറഞ്ഞു തന്നുള്ളൂ, നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ബേസിക് അറിവ് വേണം, അതിനുവേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനിയും ഈ മിഡിൽ ഈസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് എന്നും വെസ്റ്റ് ഏഷ്യ എന്നും ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യും, നിങ്ങൾ ഒന്നായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ ബേസിക് ഐഡിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നു. ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഷിയ മുസ്ലിംസിനെ നിങ്ങൾക്ക് അവിടെ കാണാം, സുന്നി മുസ്ലിംസിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ചില ടെൻഷൻസും ജിയോ പൊളിറ്റിക്സിനെ ഒത്തിരി അധികം ബാധിക്കുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യയിൽ എപ്പോഴും ഒരു വോളറ്റിലിറ്റി സൃഷ്ടിക്കാൻ കാരണമാകാറുണ്ട്. അതായത് ലോകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആരാണ് ഉള്ളത്? സ്റ്റുഡൻസ്, ലോകത്ത് കൂടുതലുള്ളത് സുന്നി മുസ്ലിമാണ്. ഇപ്പം നിങ്ങൾ കേരളത്തിലെടുത്താലും അല്ലെങ്കിൽ ഇന്ത്യ എടുത്താലും വി ആർ ഹാവിങ് മോർ നമ്പർ ഓഫ് സുന്നി മുസ്ലിംസ്. ഷിയ മുസ്ലിംസ് ഇന്ത്യയിൽ വളരെ കുറവാണ്. നിങ്ങൾ പക്ഷേ വെസ്റ്റ് ഏഷ്യയിലേക്ക് പോയാൽ അവിടെ ചില രാജ്യങ്ങളിൽ ഷിയ മുസ്ലിംസിൻ്റെ പ്രസൻസ് ഒത്തിരി ഉണ്ട്. അതായത് നിങ്ങൾ ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷിയ മുസ്ലിംസ് ആണ് കൂടുതൽ. ഇറാഖിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷിയ മുസ്ലിംസ് ആണ് കൂടുതൽ. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഷിയ മുസ്ലിംകളുണ്ട്, ഒരു കൺസിഡറബിൾ പോപ്പുലേഷൻ. അതുപോലെ യമനിൽ പോയാൽ ഹൂതികളെന്ന് നിങ്ങൾ കേട്ടത് അവരും ഷിയാക്കളാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് എപ്പോഴും വെസ്റ്റ് ഏഷ്യയെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഷിയ ആരാ സുന്നി ആരാ എന്നുള്ളത് ഫർദർ ക്ലാസ് ഞാൻ പറഞ്ഞു തരും. പിന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഓക്കെ, അത് ഇസ്ലാമിൽ വന്ന ഒരു സെക്ടേറിയൻ സ്പ്ലിറ്റാണ്. ആദ്യത്തെ 4 സക്സസേഴ്സിൻ്റെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അത് ബ്ലഡ് റിലേഷൻ വേണോ അതോ കൂടെ ഉണ്ടായിരുന്നത് വേണോ എന്നൊക്കെയുള്ള ഒരു ഡിബേറ്റാണ്. നമുക്കതിലേക്ക് ഡ്വെൽവ് ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ ഹാവിങ് ഡിഫറൻസസ്. ഓക്കെ, ഷിയ ബിലീഫും സുന്നി ബിലീഫും തമ്മിൽ വ്യത്യാസമുണ്ട്, അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ എപ്പോഴും വോളറ്റിലിറ്റി ഉണ്ടാവാനുള്ള കാരണം ഒന്ന് ഈ ഷിയ സുന്നി ഡിവൈഡാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം വളരെയധികം റിസോഴ്സ് റിച്ചായ ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്ത് ഒത്തിരി റിസോഴ്സ് ഉണ്ടെങ്കിൽ പലരുടെയും കണ്ണുകൾ അവിടേക്ക് വരും, സ്വാഭാവികമല്ലേ? ഇപ്പോൾ ആഫ്രിക്കയിൽ ഒത്തിരി റിസോഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പലരുടെയും കണ്ണ് അവിടെ പതിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങൾക്കും അവിടെ ഇൻട്രസ്റ്റ് കാണും. ഇവിടെയും ദിസ് ഏരിയ ഈസ് വെരി റിസോഴ്സ് റിച്ച്. നിങ്ങൾ നോക്കിയാൽ ടർക്കിയെ, ഇപ്പോൾ ടർക്കി എന്നാണ് വിളിക്കുന്നത്, കാർസിൻ്റെ പ്രൊഡക്ഷൻ. സിറിയയിൽ ഒലിവ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ജോർദാനിൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഇസ്രായേലിൽ ഡയമണ്ട് ഉണ്ട്. ലെബനാനിൽ ഗോൾഡ് ഉണ്ട്. പലസ്തീനിൽ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. ഈജിപ്റ്റ് ഓയിൽ എക്സ്പോർട്ട് ഉണ്ട്. സൗദി അറേബ്യ ഓയിൽ, ഇറാഖ് ഓയിൽ, ഇറാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാനി പ്ലാസ്റ്റിക്സ് മാത്രമല്ല ഓയിലുണ്ട്. കുവൈറ്റിൽ ഓയിൽ, ബഹ്റിനിൽ ഓയിൽ, ഖത്തറിൽ പെട്രോളിയം ഗ്യാസ്. ഖത്തറിൻ്റെ കൂടുതൽ എക്സ്പോർട്ട്സ് നിങ്ങൾ നോക്കിയാൽ നാച്ചുറൽ ഗ്യാസ് ആണ് അവിടെ കൂടുതൽ. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഗോൾഡ് ഉണ്ട്. ഓക്കെ, UAE ഇവിടെ എല്ലാം റിസർവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ മാറിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ UAE അബുദാബി, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദുബായും അബുദാബിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആവാനുള്ള ശ്രമത്തിലാണ്. കാരണം ഓയിലിനൊരു ലിമിറ്റുണ്ട്. ഇലക്ട്രിക് കാറുകൾ വരുന്നു, പുതിയ എനർജി സിസ്റ്റംസ് വരുമ്പോൾ ഇവർക്ക് തന്നെ അറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് പണി കിട്ടുമെന്ന്. അതുകൊണ്ട് ദേ ആർ ഓൾസോ ട്രൈങ് ടു ഡൈവേഴ്സിഫൈ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വെസ്റ്റ് ഏഷ്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ വോളറ്റൈൽ ആയിട്ട് ഇരിക്കാനുള്ള ഒരു കാരണം ഈ ഷിയ സുന്നി ഡിവൈഡാണ്. രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വളരെയധികം റിസോഴ്സ് റിച്ച് ആണ്. അപ്പോൾ പലരുടെയും കണ്ണുകൾ കാണും. ഓക്കെ, പിന്നെ പല സഞ്ചാരപാതകളും ഈ വഴി കൂടെ പോകുന്നുണ്ട്. ഓക്കെ, കടലിടുക്കുകൾ. ഓക്കെ, പേർഷ്യൻ ഗൾഫ് ഉണ്ട്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് അറിയാം റെഡ് സീ, മെഡിറ്ററേനിയൻ സീ, ഇതെല്ലാം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഷിയ സുന്നി ഡിവൈഡ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം റിസോഴ്സ് റിച്ച് ആണ്. മൂന്നാമത്തെ കാര്യം ഇവിടെ പല ഇമ്പോർട്ടൻറ്റ് ട്രേഡ് റൂട്ടും ഈ സ്ഥലത്താണുള്ളത്. പിന്നെ എക്സ്റ്റേണൽ പവേഴ്സിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്ത് എല്ലാവർക്കും അധികാരം വേണം, റോള് വേണം, പവർ വേണം, ഇൻഫ്ലുവൻസ് വേണം. അത് വ്ളാഡിമിർ പുതിനും വേണം, ഡൊണാൾഡ് ട്രംപിനും വേണം, സി ജിൻപിങ്ങിനും വേണം. സി ജിൻപിങ്ങിനെക്കാട്ടി കൂടുതൽ ഇറ്റ് ഇസ് ആക്ച്വലി ഷീ ജിൻപിങ്. അപ്പോൾ ഇവർക്കെല്ലാം ഈ സൗദി അറേബ്യ അല്ല, എൻറ്റയർ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ റോൾ ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരുടെ ഇൻ്റർഫിയറൻസ് കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓബ്വിയസ്ലി ആർക്കും ആഗ്രഹമുണ്ട്
ഇന്ത്യക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻ്റ് ആ താല്പര്യം. നമുക്ക് ട്രേഡാണ് താല്പര്യം, നമ്മുടെ ഒത്തിരി അധികം ഡയസ്പോറ അവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്, നമുക്ക് അതൊക്കെയാണ് താല്പര്യം. ഓക്കെ, ഓരോരുത്തരുടെയും ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെട്ട് അവിടെ ഡിസ്റ്റബിലിറ്റി ഉണ്ടാക്കാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ രാജ്യങ്ങളെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, എല്ലാ രാജ്യങ്ങളെയും നമ്മൾ പഠിക്കില്ല, പക്ഷെ എന്നാലും മേജർ രാജ്യങ്ങളും അവരുടെ അവസ്ഥകളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് നെസസറി. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇറാനെ പറ്റിയാണ്. നമ്മളൊരു ഓവർവ്യൂ മാത്രമേ നോക്കുന്നുള്ളൂ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ. ഇറാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഇസ് ഇറാൻ. ഇപ്പോൾ ഏറ്റവും ബേണിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് ഉൾപ്പെടാത്ത മാപ്പ് ഇട്ടത്, ഇറാൻ. ഇറാൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കണം. ആദ്യം തന്നെ ഇതൊരു ഷിയ രാജ്യമാണ്. ഫസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഈ ഷിയ രാജ്യമായതുകൊണ്ട് തന്നെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ബന്ധം പലപ്പോഴും വഷളാണ്. സൗദി അറേബ്യയ്ക്ക് ഇറാനോട് ഒരു കാലം വരെ വലിയ താല്പര്യമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് നടന്ന സംഭവവികാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ പഴയ ചില ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആയത്തുള്ള ഖൊമേനിയെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പേടിക്കുന്നത് സൗദി അറേബ്യ ആയിരിക്കും. അപ്പം ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇറാനിന് എന്തുണ്ട് ആഗ്രഹം? ഇറാനിന് മുസ്ലിം വേൾഡിൻ്റെ ലീഡർ ആവണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ട്. ഇറ്റ് വാണ്ട്സ് ടു ഷോ ഇറ്റ് സെൽഫ് ആസ് ദ ലീഡർ ഓഫ് മുസ്ലിം വേൾഡ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാൻ ഷിയയാണ്. ലോകത്ത് കൂടുതലുള്ളത് ആരാണ്? സുന്നികളാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറാൻ പല പ്രോക്സികളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ സപ്പോർട്ടഡ് ആയ പല ഗ്രൂപ്പുകളും ഈ വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ യമനിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതികളെ നിങ്ങൾക്ക് കാണാം, ഹൗദീസ് അല്ലെങ്കിൽ ഹൂദീസ്. ഇവർ ഷിയയാണ്. ഇപ്പോൾ ഇറാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെബനൻ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഹെസ്ബുള്ളയെ നിങ്ങൾക്ക് കാണാം. അതുപോലെ പലസ്തീനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഹമാസ്. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഹൂതികളാണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും രണ്ടും എന്താണ്? ബോത്ത് ആർ ഷിയ മിലീഷ്യാസ്. പക്ഷേ ഹമാസ് ഒരു സുന്നി മിലീഷ്യയാണ്, സുന്നി ഓർഗനൈസേഷനാണ്. എന്നിട്ട് പോലും ഇറാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇറ്റ് ഈസ് ഷോയിങ് ഇറ്റ് സോളിഡാരിറ്റി ടു പലസ്തീൻ. ഓക്കെ, അപ്പം ഒരു സുന്നി ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇറാനാണ്. അപ്പോൾ ഇറാൻ എന്താ കാണിക്കാൻ ശ്രമിക്കുന്നത്? മുസ്ലിങ്ങൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ ഉണ്ടാവുന്നത് ഇറാനായിരിക്കും. ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയും അല്ലെങ്കിൽ UAEയും ഇവരെയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു പവർ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഇറാനിന് ലീഡർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇറാനുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇറാൻ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇറാൻ. ഓക്കെ, പണ്ട് കാലത്തല്ലായിരുന്നു. 1979 വരെ അവിടെ ഭരിച്ചിരുന്നത് ഷായാണ്. ഷാ അമേരിക്കയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഇസ്രായേലുമായിട്ട് ഇറാന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഇവർ ഒരുമിച്ച് ട്രേഡ് നടത്തിയിരുന്നു. പ്രോജക്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തു പോകുക, ഗൂഗിളിൽ വായിക്കുക. ഇത് ഇസ്രായേലും ഇറാനും ചേർന്ന് ഒരുമിച്ച് മിസൈലുകളും അല്ലെങ്കിൽ മിലിറ്ററി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. 1967 ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞും ഇറാൻ ഓയിൽ സപ്ലൈ ചെയ്തിരുന്നു. ആർക്ക്? ഇസ്രായേലിന്. പക്ഷെ പിന്നീട് 79 ഇവിടെ എന്ത് നടന്നു? ഇറാനിയൻ റവല്യൂഷൻ നടന്നു. 1979 ഇറാനിയൻ റവല്യൂഷൻ നടന്നു. അതിനുശേഷം അവിടെ തിയോക്രസി വന്നു, അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. അപ്പം തൊട്ട് ഇസ്രായേലും ഇറാനും ശത്രുതയിലാണ്. ഇസ്രായേൽ ആൻഡ് ഇറാൻ ദേ ആർ ഇൻ അറ്റ് വാർ. അവർ തമ്മിൽ പ്രശ്നം, വാർ അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ ശരിയല്ല. ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള പ്രോക്സികളെയെല്ലാം ഇറാൻ ഫണ്ട് ചെയ്തും തുടങ്ങി. USA റിലേഷൻ വളരെ മോശമാണ് ഇറാൻ്റെ. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, USA ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആവുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷിയ രാജ്യമാണ്. ഇതൊരു മുസ്ലിം വേൾഡിൽ ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നു, പല പ്രോക്സികളെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ഇത് USAയുടെയും ഇസ്രായേലിൻ്റെയും വളരെ എതിരാണ്. സൗദി അറേബ്യയുമായിട്ടും ഇതിൻ്റെ റിലേഷൻസ് വളരെ നല്ലതൊന്നുമല്ല. ഈ ഇടയ്ക്ക് കുറച്ചൊക്കെ അടുക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇറാനെ പറ്റി നിങ്ങൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവർക്ക് എക്സ്പെഷ്യലി ഓയിൽ റിസോഴ്സസ് ഒത്തിരി ഉണ്ട്. ചൈനയുമായിട്ട് ഇവരുടെ റിലേഷൻ വളരെ നല്ലതാണ്. ചൈനയുമായിട്ടുള്ള റിലേഷൻ നല്ലതാണ്, ഞാൻ പിന്നെയും കാണിക്കാം. ചൈനയുമായിട്ട് റഷ്യയായിട്ടൊക്കെ ഇവർക്ക് നല്ല റിലേഷനാണ്. US വെസ്റ്റുമായിട്ടുള്ള ഇവരുടെ റിലേഷൻ
മോശമാണ്. ഇന്ത്യയുമായിട്ട് ഇവരുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇവരുടെ റിലേഷൻ നല്ല റിലേഷനാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളും ഇറാൻ്റെ സിവിലിയൻ ഗവൺമെൻറ്റും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അവർ നമുക്ക് ഓയിൽ വളരെ ചീപ്പായിട്ട് തന്നുകൊണ്ടിരുന്നു. പക്ഷേ USA ഒരു ഇടപെടൽ കാരണം USA കാഡ്സ എന്ന് പറയുന്നൊരു സാങ്ഷൻ ഉണ്ട്. USA ശത്രുവിൻ്റെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് സാങ്ഷൻ വരും, നമ്മുടെ എതിരെ ഉപരോധം വരും. ഇതിനെയാണ് കാഡ്സ എന്ന് പറയുന്നത്, കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. അപ്പോൾ ഈ കാഡ്സ വരുമെന്നുള്ള പേടിയിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇറാൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കൽ നമ്മളങ്ങ് നിർത്തിക്കളഞ്ഞു. അണ്ടർസ്റ്റുഡ് ദിസ്? പക്ഷെ എന്നാലും ഇറാൻ എപ്പോഴും ഇന്ത്യയായിട്ട് സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, ചബഹർ പോർട്ട്. കാരണം നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണം, നമുക്ക് യൂറോപ്പിലേക്ക് പോകണം. അതിലൊരു കവാടമായിട്ട് ചബഹർ പോർട്ട് നിർമ്മിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും നമ്മളെ ആ വഴി ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ ഇറാന് 2 ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്. ഒന്ന് അതിൻ്റെ സിവിലിയൻ ലീഡർഷിപ്പ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈം മിനിസ്റ്റർ പെസക്സിയനാണ്. പക്ഷേ ഇറാനെ നിയന്ത്രിക്കുന്നത്, സുപ്രീം കൺട്രോൾ ഉള്ളത് ആരുടെ കയ്യിലാണ്? ആയത്തുള്ള സയ്യിദ് അലി ഖമേനി അല്ലെങ്കിൽ ആയത്തുള്ള ഖമേനിയുടെ കയ്യിലാണ് ഇറാനിലെ ശരിക്കുള്ള പവർ ഇരിക്കുന്നത്. കാരണം അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റാണ്. ബാക്കി എല്ലാവരും IRGC നോക്കിയാലും ആർമി നോക്കിയാലും സിവിലിയൻ ഗവൺമെൻറ് നോക്കിയാലും എല്ലാവരും ആരുടെ അടിയിലാണ്? ഈ പറഞ്ഞ സുപ്രീം ലീഡറിൻ്റെ അണ്ടറിലാണ്. ഈ ആയത്തുള്ള ഖമേനി പലപ്പോഴും ഇന്ത്യക്കെതിരെ സംസാരിക്കാറുണ്ട്, എക്സ്പെഷ്യലി ഇൻ കശ്മീർ റിലേറ്റഡ് ഇഷ്യൂസ്. കശ്മീർ റിലേറ്റഡ് ആയ ഇഷ്യൂസിൽ എപ്പോഴും ആയത്തുള്ള ഖമേനി ഇന്ത്യക്കെതിരെയാണ് സംസാരിക്കാറുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇറാനിലെ സിവിലിയൻ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ്. ഇപ്പോൾ ഈ യുദ്ധം വന്നപ്പോഴും ഇന്ത്യ പറഞ്ഞത് ഇസ്രായേലും ഇറാനും രണ്ടും നമ്മുടെ സുഹൃത്തുക്കളാണെന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇറാനെതിരെ നമ്മളൊന്നും പറഞ്ഞില്ല. പക്ഷേ അവിടുത്തെ റിലീജിയസ് ലീഡർ പലപ്പോഴും കാശ്മീരിനെതിരെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇറാനെ പറ്റി ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇറാൻ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇറാനും ചൈനയുമായിട്ട് വളരെ വലിയ ബന്ധമാണ് ഇവർ തമ്മിൽ. ഓക്കെ, ഇവർ തമ്മിൽ വലിയ ബന്ധമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു $400 ബില്യൺ ഒരു സഹായം, ഓബ്വിയസ്ലി ഫ്രീ ആയിരിക്കില്ല, പക്ഷേ ദേ ആർ ഗോയിങ് ടു പ്രൊവൈഡ് ഇറാൻ $400 ബില്യൺ. ഓക്കെ, ഫ്രീ ആയിട്ടല്ല, ബട്ട് ദേ ആർ ഗോയിങ് ടു ഡു ഇൻവെസ്റ്റ്മെൻറ്റ്, ദേ ആർ ഗോയിങ് ടു ഡു ഹെൽപ്പ്. അപ്പം ഇറാനും ചൈനയും വളരെ ക്ലോസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്കിവിടെ പൂത്തിനെയും പെസക്സിയനെയും കാണാം. ഇവർ ഏകദേശം ഒരു $40 ബില്യൺ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇറാനുമായിട്ട് ക്ലോസ് ആണ് ആര്? റഷ്യയും ചൈനയും. അപ്പോൾ ഇറാൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആരാ? ഇസ്രായേലും USA. ഇറാൻ്റെ കൂടെ നിൽക്കുന്നതോ റഷ്യ ആൻഡ് ചൈന. പക്ഷേ യുദ്ധത്തിൽ അവർ ഇടപെടുകയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഡയറക്റ്റ്ലി ഇടപെടാനുള്ള ചാൻസസ് കുറവാണ്. ഇൻഡയറക്റ്റ്ലി ചൈന എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം തന്നെ ഇറാന് 800 മിസൈലുകൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഓൾറെഡി ചൈന ഇറാന് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ചൈനയുടെ ചില സ്പൈ ഷിപ്പുകൾ ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിന് വേണ്ടി ഇറാനെ സഹായിക്കാൻ പോയിട്ടുണ്ടെന്നുള്ള വാർത്തയുണ്ട്. പിന്നെ ചൈനയുടെ ചില പ്ലെയിനുകൾ, എയർക്രാഫ്റ്റ്സ് വെപ്പൺട്രിയുമായിട്ട് ഇറാനിലേക്ക് എത്തി ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ന്യൂസുണ്ട്. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയർ ആണ്, ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറാൻ്റെ. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ചാബഹർ പോർട്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സദേൺ ഇറാനിൽ നമ്മൾ ചാബഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം പാകിസ്ഥാൻ കാരണം നമുക്ക് ഇങ്ങോട്ട് ആക്സസ് കിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി നമ്മൾ ചാബഹർ പോർട്ടിൽ എത്തിയിട്ട് ഇറാൻ വഴി നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് എല്ലാം പോകും. ഓക്കെ, ക്ലിയർ? അപ്പോൾ പാകിസ്ഥാൻ നമുക്ക് ആക്സസ് തരുന്നില്ല. സോ വി ആർ ക്രിയേറ്റിംഗ് ചബഹർ പോർട്ട്. പിന്നെ ചബഹർ പോർട്ടിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ നോക്കണം. ചബഹർ പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്വാദർ പോർട്ട്. ഇത് തമ്മിൽ അടുത്താണ്. ഈ ഗ്വാദർ പോർട്ട് പാകിസ്ഥാനിലാണ്. ഓക്കെ, ഇത് ആരുടെ അണ്ടറിലായിരിക്കും അല്ലെങ്കിൽ ആരുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ? ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണ്. ചൈന ഇവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. അതിൻ്റെ അണ്ടറിലൊരു പ്രോജക്റ്റ് ഉണ്ട്, CPEC എന്ന് പറയും, ചൈന പാകിസ്ഥാൻ ഇക്കോണമിക് കോറിഡോർ. അപ്പോൾ ഈ കോറിഡോർ അനുസരിച്ച് വരുന്ന ഒരു മേജർ ഗ്വാഡർ പോർട്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചാബഹാർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു യുദ്ധം വന്ന് ഇറാനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ്. എക്സ്പെഷ്യലി ചബഹർ പോർട്ടിനെ എങ്ങാനും ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ്. അതുപോലെ ഇറാന് എന്തെങ്കിലും വലിയ ലോസസ് വന്നു കഴിഞ്ഞാൽ അത് ഇറാന് മാത്രമല്ല, റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ അത് പ്രശ്നം. കാരണം അവരൊക്കെ ഒത്തിരി പൈസ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് പേടിയാണ്. ഓക്കെ, അതാണ് ഇവരൊക്കെ ഈ യുദ്ധത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇസ്രായേലിൻ്റെ അമേരിക്കയ്ക്കും എതിരെ വരാനുള്ള സാധ്യത. ഓക്കെ, ഇനി അടുത്തത് ഇറാഖാണ്.
ഇവിടെ നമ്മൾ ഇറാനെ കണ്ടു. ഇറാൻ്റെ അടുത്ത് തന്നെ നമ്മൾ ആരെയാണ് കാണുന്നത് സ്റ്റുഡൻസ്? ഇറാഖിനെയാണ് കാണുന്നത്. ഇറാഖിൻ്റെ പ്രത്യേകത എന്താണ്? ഇറാഖ് നിങ്ങൾ മനസ്സിലാക്കണം, ഇതും ഒരു ഷിയ രാജ്യമാണ്. ദിസ് ഈസ് ഓൾസോ ഷിയ നേഷൻ. ഷിയകളാണ് ഇവിടെ കൂടുതൽ. പക്ഷെ ഒരു കാലം വരെ, ഇപ്പോഴല്ല, ഒരു കാലം വരെ ഇറാനെ ഭരിച്ചിരുന്നത് ഈ വ്യക്തിയാണ്. ഇതാരാണ് സ്റ്റുഡൻസ്? സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈനാണ് ഒരു കാലം വരെ ഇറാഖിനെ ഭരിച്ചിരുന്നത്. പക്ഷേ സദ്ദാം ഹുസൈൻ സുന്നിയാണോ? യെസ്, സദ്ദാം ഹുസൈൻ ഒരു സുന്നിയായിരുന്നു. ഹി വാസ് നോട്ട് എ ഷിയ. ഇദ്ദേഹം ഷിയകളുടെ എതിരെ പലപ്പോഴും പ്രവർത്തിച്ചിരുന്നു. അപ്പം ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യം, ഇറാഖ്, നമ്മൾ ഇറാഖിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇറാഖ് ഷിയ രാജ്യമാണ്. ഒരു കാലം വരെ അത് ഭരിച്ചുകൊണ്ടിരുന്നത് സുന്നിയായ സദ്ദാം ഹുസൈൻ ആണ്. അപ്പം ഇത്രയും മനസ്സിലാക്കുക. അപ്പം ഷിയാക്കൾക്ക് ഇതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇറാനും ഇറാഖുമായിട്ടുള്ള ബന്ധം ഒരു കാലം വരെ നല്ലതല്ലായിരുന്നു. യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തമ്മിൽ. പക്ഷേ പിന്നീട് അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ഇറ്റ് എൻറ്റേർഡ് ഇറാഖ്. അതുപോലെ സദ്ദാം ഹുസൈനെ ഇവർ തൂക്കിക്കൊന്നു കളഞ്ഞു. അമേരിക്ക കിൽഡ് സദ്ദാം ഓർ ഹാങ്ഡ് സദ്ദാം ഹുസൈൻ. പിന്നീട് അവിടെ എന്ത് വന്നു? അവിടെ ഷിയ ഡോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് തന്നെ വന്നു. ഇപ്പോഴും അവിടെ സുന്നികളുണ്ട് ഗവൺമെൻറ്റിൽ, പക്ഷേ ഷിയകളാണ് കൂടുതലുള്ളത്. ഷിയ ഡോമിനേറ്റഡ് ഗവൺമെൻറ് ആണ്. ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ പ്രശ്നം? ഇറാഖിലെ പ്രശ്നം, ഇറാഖിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടി. സദ്ദാം പോയി. സദ്ദാം ഒരു കാലത്ത് അമേരിക്കയുടെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ പിന്നീട് സദ്ദാമിനെ ഇവർ എലിമിനേറ്റ് കഴിഞ്ഞു. പക്ഷേ പ്രശ്നം പറ്റിയത് ഇറാഖിൽ ഷിയകളായിരുന്നു കൂടുതൽ, പക്ഷേ സുന്നിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സുന്നികൾക്കൊരു പവർ ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക കയറി അവിടുത്തെ സുന്നി ലീഡറായ സദ്ദാമിനെ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ് ഷിയകളെ തന്നെ പവറിലേക്ക് കൊണ്ടുവന്നു. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇറാഖിലുള്ള സുന്നികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഇത്രയും നാൾ അവരായിരുന്നു, അവരുടെ നമ്പേഴ്സ് കുറവായിരുന്നെങ്കിലും അവരായിരുന്നു അവിടെ ശക്തർ. അതുകൊണ്ട് അവർ പലരും ഈ പറയുന്ന അമേരിക്കയെ എതിർത്തു, പലരും പുതിയ ഷിയ ഗവൺമെൻറ്റിനെ എതിർത്തു. അവരിൽ പലരുമാണ് പിന്നീട് ISIS പോയി ചേർന്നത്. അതുകൊണ്ട് ചിലർ പറയും ഈ ISIS ഉണ്ടാവാൻ കാരണം തന്നെ അമേരിക്ക ഇറാഖിൽ കയറിയെന്ന്. ഇറാഖിൽ കയറിയപ്പോൾ അമേരിക്കയും കൂടെ ഉള്ളവരും പറഞ്ഞത് സദ്ദാം ഹുസൈൻ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ന്യൂക്ലിയർ ബോംബൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ലോകത്തിന് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടിയില്ല. അമേരിക്കയുടെ കണ്ണും റിസോഴ്സുകളിലാവാം ഇറാഖിൻ്റെ. എന്നാലും ഇവിടെ ഇപ്പം അമേരിക്കയ്ക്ക് നല്ല കൺട്രോൾ ഉണ്ട് ഇറാഖിൻ്റെ മുകളിൽ, അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇറാഖിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് സിറിയയാണ്. സിറിയയിലാണ് ISISും. നമ്മൾ ചെറുപ്പത്തിൽ ഇത്തിരി ഏജ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഈ യുദ്ധമൊക്കെ നിങ്ങൾ ന്യൂസുകളിൽ കണ്ട് മടുത്തിട്ടുണ്ടാവും. മൊസൂളും അതുപോലെ ISISിൻ്റെ പ്രസൻസും പ്രശ്നങ്ങളും. അപ്പം ആദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിറിയയിൽ കൂടുതലുള്ളത് ആരാന്ന് മനസ്സിലാക്കുക. സിറിയയിൽ കൂടുതലുള്ളത് സുന്നികളാണ്. പക്ഷെ ഒരു കാലം വരെ അവിടെ ഭരിച്ചിരുന്നത് ആരാണ്? ഒരു ഷിയയാണ് അവിടെ ഭരിച്ചിരുന്നത്. ആ ഷിയ റൂളറിൻ്റെ പേരെന്തായിരുന്നു? ഈ പുള്ളിക്കാരനായിരുന്നു ബഷർ അൽ അസാദ്. ഇദ്ദേഹം ആയിരുന്നു കുറേ കാലം വരെ എന്ത് ഭരിച്ചിരുന്നത്? സിറിയ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു അലവൈറ്റ് ഷിയയാണ്. ഷിയ തന്നെയാണ് ഇദ്ദേഹവും. ഈസ് എ ഷിയ. ഷിയാസ് പല ടൈപ്പുണ്ട്. അതിൽ അലവൈറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഷിയയായിരുന്നു ബഷർ അൽ അസാദ്. അപ്പോൾ കുറേ കാലം വരെ ഇതൊരു സുന്നി രാജ്യമാണ്. സുന്നികളുടെ എണ്ണമാണ് ഇവിടെ കൂടുതൽ, സുന്നികളാണ് കൂടുതലുള്ളത്. പക്ഷേ റൂളർ ഷിയയായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി ഇവിടെ എന്ത് പറ്റും? സുന്നികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഐസിസ് ഈ പറയുന്ന ബഷർ അസാദിനെതിരാണ്. കാരണം അസാദ് എന്താണ്? അസാദ് ഒരു ഷിയ മുസ്ലിമാണ്. രാജ്യത്തിൽ കൂടുതലുള്ളത് സുന്നികളാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ അസാദിനെതിരെ വളരെയധികം അറ്റാക്കുകൾ നടന്നു. അപ്പോൾ അസാദിൻ്റെ കൂടെ ആരായിരിക്കും സ്റ്റുഡൻസ് ഉള്ളത്? അസാദിൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഓബ്വിയസ്ലി അസാദ് ഒരു ഷിയ ആയതുകൊണ്ട് ഇറാൻ അസാദിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ റഷ്യയും ഉണ്ടാവും അസാദിൻ്റെ കൂടെ. ഓക്കെ. പക്ഷെ അസാദിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? അസാദിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഈ റിബലുകളുണ്ടാവും. ഓബ്വിയസ്ലി സുന്നികളായിരിക്കും. സുന്നികൾക്ക് അവിടെ ഞങ്ങൾ കൂടുതലുള്ള രാജ്യത്തിൽ ഞങ്ങൾ തന്നെ മതി എന്നുള്ളതാണ്. ഇവരെ ആരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? USA ഇവരെ സപ്പോർട്ട് ചെയ്യും. സൗദി അറേബ്യ ഇവരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ USA എന്തായാലും റിബൽസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പം എന്ത് സംഭവിച്ചു? ഇവിടെ പുതിയ ഒരു ഹെഡ് വരികയാണ്, പ്രസിഡന്റ് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഐസിസുമായിട്ടൊക്കെ ഇദ്ദേഹം അഫിലിയേറ്റഡ് ആണെന്ന് പഴയ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ആ തിയറികളിലേക്ക് ഞാൻ ഇവിടെ പോകുന്നില്ല. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പോവാം. എന്തായാലും ഇപ്പം അവിടെ ഈ ബഷർ അസാദിനെ ഇവർ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഹീസ് കറൻ്റ്ലി ഇൻ റഷ്യ ഐ തിങ്ക്.
അപ്പോൾ ഇപ്പം ജൊലാനിയാണുള്ളത്. ജൊലാനിയുടെ ഫാക്ഷനും ഒരു സുന്നി ഫാക്ഷനാണ്. HTS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിനെപ്പറ്റി അധികം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇപ്പം കറൻ്റ്ലി ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ഇത് സുന്നി രാജ്യമാണ്. ഒന്ന് സിറിയ സുന്നിയാണ്, ഇവിടെ ഭരിക്കുന്നതും സുന്നിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പണ്ട് ഈ സിറിയയിൽ അസാദ് ഭരിക്കുമ്പോൾ ഇറാനും അസാദുമായിട്ട് നല്ല റിലേഷനായിരുന്നു. ഇറാനും അസാദുമായിട്ട് നല്ല റിലേഷനാണ്. പക്ഷേ ഇപ്പോൾ അവിടെ കാര്യങ്ങൾ മാറി. കാരണം ഇപ്പോൾ അവിടെ സുന്നി ലീഡർഷിപ്പാണ്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും അമേരിക്കയും ഈ ജൊലാനിയായിട്ടൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, സിറിയയും അറേബ്യയുമായിട്ട്, സൗദി അറേബ്യയുമായിട്ട് അടുപ്പങ്ങൾ കൂടുന്നു. ഈ ഇടയ്ക്ക് ട്രംപിൻ്റെ ഒരു മീറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രംപ് പറയുന്നുണ്ട് ജൊലാനി നല്ല മനുഷ്യനാണെന്നൊക്കെ. അപ്പം പണ്ട് ഈ സിറിയയെ യൂസ് ചെയ്തും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തിരുന്നു. ആര്? ഇറാൻ, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സീസ്. പക്ഷേ ഇപ്പം ഇറാന് സിറിയയുടെ മുകളിലുള്ള ഹോൾഡ് കുറഞ്ഞു. അവിടെ ഇപ്പോൾ ഒരു സുന്നി ലീഡറാണ് ഇരിക്കുന്നത്. അതും അമേരിക്കയുമായിട്ടാണ് ഇപ്പോൾ ചായ്വ് കാണുന്നത്. ഓക്കെ, അപ്പോൾ 3 രാജ്യങ്ങളുടെ കഥ ഞാൻ പറഞ്ഞു. ആ 3 രാജ്യങ്ങളുടെ കഥ ഒന്നുകൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ഐ വിൽ സമ്മറൈസ് ദിസ് ഹിയർ. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ വിൽ സമ്മറൈസ് ദിസ് ഹിയർ. അപ്പം ആദ്യകാലത്ത് നമ്മൾ പഠിച്ചത് ഇറാഖിൽ ആൾക്കാർ, നമ്മൾ പോപ്പുലേഷൻ നോക്കിയാൽ അവിടെ ഷിയ പോപ്പുലേഷനാണ് കൂടുതൽ. അവിടെ ആരാ ഭരിക്കുന്നത്? റൂൾ ചെയ്യുന്നത് ഒരു ഷിയ റൂളർ തന്നെയാണ്. ഷിയ തിയോക്രാറ്റിക് സ്റ്റേറ്റാണ്. ഇനി നമ്മൾ പിന്നീട് നോക്കിയത് എന്താ? ഇറാഖിൽ ആരാ സ്റ്റുഡൻസ് കൂടുതൽ? ഇറാഖിൽ ആൾക്കാർ കൂടുതൽ ഷിയയാണ്. ഒരു കാലം വരെ അവിടെ സുന്നി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, സദാം. പക്ഷെ ഇപ്പം സുന്നി വെട്ടി, ഇപ്പം അവിടെ ഷിയ തന്നെയാണ്. ഇനിയും അടുത്തത് സിറിയ പോയി കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ കൂടുതൽ സുന്നികളുടെയാണ്. അവിടെ ഒരു കാലം വരെ ബഷർ അൽ ആസാദാണ്, ഒരു ഷിയയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, റൂളർ. ഇത് റൂളറാട്ടോ, ഇത് പോപ്പുലേഷൻ. പക്ഷെ ഇപ്പം ഷിയ റൂളറിനെ മാറ്റി സുന്നി റൂളറാണ്, സുന്നി ലീഡറാണ്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇറാഖ് ഷിയകളാണ് കൂടുതൽ, അവിടെ ഷിയകൾ തന്നെയാണ് ഭരിക്കുന്നത്. ഇറാനി ഷിയകൾ തന്നെയാണ് കൂടുതൽ, അവിടെ ഷിയകൾ തന്നെയാണ് ഭരിക്കുന്നത്. സിറിയയിൽ സുന്നികൾ തന്നെയാണ് കൂടുതൽ, അവിടെ സുന്നികൾ തന്നെയാണ് ഭരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അതാത് സ്ഥലത്ത് മെജോറിറ്റി ഉള്ളവർ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പോസിറ്റുള്ള ഫാക്ഷനുകൾ എപ്പോഴും ഇതിന് എതിർപ്പുണ്ടാവും. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങളെങ്കിലും ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇറാഖും ഇറാനും സിറിയയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി സൗദി അറേബ്യയെ പറ്റി അധികം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. അവിടെ ഇപ്പം മേജറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന നെയിം MBS ആണ്, മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പോൾ സൗദി അറേബ്യ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഇസ്ലാമിക് സ്റ്റേറ്റ്. അവിടെ ഭരിക്കുന്നത് അൽ സൗദ് ഡൈനാസ്റ്റിയാണ്. അൽ സൗദുകളുടെ പൊസിഷനിലേക്ക് എത്താൻ ഒത്തിരി സഹായിച്ചത് USA തന്നെയാണ്. ഒരു കാലത്ത് USA തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റിനെ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അരാംകോ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ US ഹെൽപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം സൗദി അറേബ്യയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ ഇൻഫോർമൽ ഹെഡ് ഓഫ് ഇസ്ലാം. ഇപ്പം ചിലർ പറയും സുന്നി ഇസ്ലാമിൻ്റെ ഹെഡാണെന്ന്, ചിലർ പറയും എൻറ്റയർ ഇസ്ലാം നോക്കിയാലും അതിൻ്റെ ഒരു അൺഒഫീഷ്യൽ ഹെഡായിട്ടിരിക്കുന്നത് ഈ സൗദി അറേബ്യ എന്ന് പറയും. കാരണം എന്താ? ഇസ്ലാമിൻ്റെ ഏറ്റവും ഹോളി ആയിട്ടുള്ള 2 സിറ്റി, മെക്കായും മെദീനയും, ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് സൗദിയാണ്. ക്ലിയർ? അപ്പം സൗദി മെയിൻലി ആൻ ഓയിൽ ബേസ്ഡ് എക്കോണമിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി എണ്ണക്കച്ചവടം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല, അത് മാറ്റി ചിന്തിക്കണമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ 2030 ഒരു വിഷനുണ്ട്, വിഷൻ 2030. ഇതനുസരിച്ച് എണ്ണയല്ലാത്ത ബാക്കി സ്ഥലങ്ങളിലേക്കും ഈ പറയുന്ന സൗദി അറേബ്യയുടെ ഇക്കണോമിയെ വ്യാപിക്കണമെന്ന് ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിലേഷൻ നിങ്ങൾ നോക്കിയാൽ ഇദ്ദേഹവും USA ഇപ്പം സെറ്റാണെന്ന് പറയേണ്ടി വരും. ദേ ആർ ഇൻ എ ഗുഡ് റിലേഷൻ. ഇറാനുമായിട്ട് ഇവർ ബ്രദർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ഞാൻ പറയും ഇപ്പോഴും റിലേഷൻ മോശമാണ്. സൗദി അറേബ്യക്കെതിരെ പലപ്പോഴും അറ്റാക്ക് നടക്കുന്നത് ഇവിടെ, ഈ യമനിന്ന് ഹൂതികൾ പലപ്പോഴും മിസൈലുകൾ വിടാറുണ്ട് സൗദി അറേബ്യ. ഹൂതികൾ ആരുടെ പ്രോക്സിയാണ്? ഹൂതികൾ ഇവിടെ ഇറാൻ്റെ പ്രോക്സിയാണ്. അപ്പോൾ അതുകൊണ്ടും ഇറാനോട് സൗദി അറേബ്യക്ക് വളരെയധികം ദേഷ്യമുണ്ട്. കാരണം
ഈ ഹൂതികളാണ് പലപ്പോഴും സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യുന്നത്. 2016-17 ഒരു റിപ്പോർട്ടുണ്ട്, മക്കയ്ക്കെതിരെയോ മദീനയ്ക്കെതിരെയോ തന്നെ ഈ ഹൂതികൾ മിസൈൽ അയച്ചു എന്നുള്ളത്. 100% ഗ്യാരണ്ടീഡ് അല്ല, അങ്ങനെ ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയുടെ ഓയിലിൻ്റെ ഏരിയകളിലും എയർപോർട്ടുകളിലൊക്കെ ഇവർ സ്ഥിരം അറ്റാക്ക് ഈ ഹൂതികൾ നടത്താറുണ്ട്. ഈ സൗദി അറേബ്യയെ മിലിറ്ററിലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? USA ആണ്. ഇപ്പോൾ സൗദി അറേബ്യ സ്വയമായിട്ട് ആത്മനിർഭരത നേടാൻ ശ്രമിക്കുകയാണ്. ഫൈറ്റർ പ്ലെയിനുകളൊക്കെ മേടിക്കുക, ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ മേടിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് മക്ക മദീനയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാട്രിയോട്ട് മിസൈൽസ് മേടിച്ച് വെച്ചിട്ടുണ്ട് USA-യുടെ. അപ്പം മുഹമ്മദ് ബിൻ സൽമാൻ്റെ സൗദി അറേബ്യ മുസ്ലിം ലോകത്തിൻ്റെ, എക്സ്പെഷ്യലി സുന്നി മുസ്ലിം ലോകത്തിൻ്റെ ഇൻഫോർമൽ ഹെഡാണ്. മക്കയും മദീനയും കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ്, വെസ്റ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഇറാനുമായിട്ടുള്ള റിലേഷൻ വളരെ അത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ ചൈനയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിലേഷനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ചൈനയ്ക്ക് എല്ലാവരുമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ബന്ധമാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ സൗദി അറേബ്യയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഏകദേശം? ഇസ്രായേലുമായിട്ട് ഇവർക്ക് ഫോർമൽ ബന്ധങ്ങൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇസ്രായേലും ഇവരുമൊക്കെ അടുത്തേക്കാം, സാധ്യതയുണ്ട്. ട്രംപ് അത് ചെയ്തേക്കാം, USA ഇവരെ അടുപ്പിച്ചേക്കാം. കാരണം USA-യുടെ ആഗ്രഹമാണ് അറബ് നേഷനുകളും ഇസ്രായേലും തമ്മിൽ അടുക്കാൻ. കാരണം നിങ്ങൾ എൻറ്റയർ ഈ മിഡിൽ ഈസ്റ്റ് നോക്കിക്കേ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ നോക്കിക്കേ, അവിടെ കൂടുതൽ അറബ്സാണ്. അറബ്സ് അല്ലാതുള്ള മെയിൻ 2 എത്നിസിറ്റി അല്ലെങ്കിൽ മെയിൻ ടൈപ്പ് ഓഫ് പീപ്പിൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ജ്യൂസാണ്. മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ജ്യൂസ് ഉണ്ട്. ഒന്ന് ഈ പറയുന്ന ജ്യൂസ്, 2 പേർഷ്യൻസ്, ഇറാനികൾ പേർഷ്യൻസ് ആണ്. അതുപോലെ പിന്നെ ടർക്കുകളുണ്ട്. ടർക്കുകളും അറബ്സ് അല്ല, ടർക്കികളെയും അറബ്സ് അല്ല, അവർ ടർക്സ് ആണ്. പിന്നെ ചെറിയ ചെറിയ ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട്, ഈ പറയുന്ന അർമേനിയ പോലെ, അവിടെ ക്രിസ്ത്യൻ വേറെ എത്നിസിറ്റിയാണ്. അതുപോലെ സൈപ്രസ് ഉണ്ട്. അപ്പോൾ ചില ഗ്രീക്ക് ആൾക്കാർ അവിടെ ഉണ്ട്, ഗ്രീക്സ് ഉണ്ട്, ഈ പറയുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോക്കസിലുള്ള ചില ആൾക്കാരെ പോലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്, പേർഷ്യൻസ് ഉണ്ട്. പക്ഷെ മേജറായിട്ട് നമ്മൾ നോക്കുമ്പോൾ ജ്യൂസും പേർഷ്യൻസും ടർക്സും ആണ്. അറബ്സ് അല്ലാത്ത ഇവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഞാനൊരു കാര്യം കാണിക്കാനിരുന്ന കേട്ടോ. ഈ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് വരുമ്പോൾ അതിനകത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വരും. അങ്ങനെ നോക്കുമ്പോൾ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റിൽ അഫ്ഗാനികളും ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ അത് നിങ്ങൾ വിട്ട് കളയാം, യു ക്യാൻ ലീവ് ഇട്ട്. ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ സൗദി അറേബ്യയും കഴിഞ്ഞു. അപ്പം നമ്മൾ ഏതൊക്കെ രാജ്യത്തെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു? ഇറാൻ, ഇറാഖ്, സിറിയ, സൗദി അറേബ്യ. UAE ഇവിടെ കിടക്കുന്നു. UAE ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ്, ചൈനയായിട്ട് നല്ല ബന്ധമാണ്, USA-യുമായിട്ട് നല്ല ബന്ധമാണ്. USA-യുടെ ബേസുകൾ ഈ പറയുന്ന UAE-യിലും ഉണ്ട്, സൗദി അറേബ്യയിലും ഉണ്ട് USA-യുടെ ബേസുകൾ. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് മനസ്സിലാക്കുക. UAE കൂടുതൽ ഇത്തിരിയുടെ ലിബറലാണ്, കുറച്ചുകൂടെ ലിബറലാണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അവർ ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ ഹബ്ബാക്കാൻ ശ്രമിക്കുക, ഓയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു രാജ്യമല്ല. ഓക്കെ, ടൂറിസം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പല രീതിയിലും വ്യാപിക്കുന്ന ഒരു സ്ഥലമാണ് UAE. ഇറ്റ് ഹാസ് ഗുഡ് റിലേഷൻ വിത്ത് ഓൾമോസ്റ്റ് എവരി വൺ. ഓക്കെ, ഇനി ഖത്തറുണ്ട്. ഖത്തറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഖത്തർ ഈ ഒരു അറേബ്യൻ പെനിൻസുലയിൽ വരുന്ന രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റലും നിങ്ങൾക്ക് കാണാം, ദോഹ. ഖത്തറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖത്തർ പലപ്പോഴും ഈ ബാക്കി അറബ് സ്റ്റേറ്റ്സുമായിട്ട് ചെറിയ ഉടക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഖത്തറിൻ്റെ ഒരു പ്രത്യേകത, ഖത്തർ ഓയിലിനെക്കാട്ടി കൂടുതൽ ഗ്യാസാണ് സെല് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഖത്തർ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് ഇറാനുമായിട്ട് ചായ്വ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാക്കി രാജ്യങ്ങൾ ഇടയ്ക്ക് ഖത്തറിനെ ഉപരോധിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ പിന്നീട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. ഞാൻ ഈ രാജ്യങ്ങളെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടല്ല കേട്ടോ പഠിപ്പിക്കുന്നത്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആദ്യം നിങ്ങളെ മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഉദ്ദേശം. റാദർ ദാൻ ടീച്ചിങ് യു എവറിത്തിങ്. അത് ഓരോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഇറാനും അല്ല ഇന്ത്യ ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇന്ത്യയും സൗദി അറേബ്യയുള്ള ബന്ധം എന്താണ്, ഇന്ത്യയും ടർക്കിയായിട്ടുള്ള ബന്ധം എന്താണ്, ഇത് സെപ്പറേറ്റ് പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ ഞാൻ അടിച്ച് പെട്ടെന്ന് പോകുന്ന എന്താണ്, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓവർവ്യൂ തരികയാണ് മിഡിൽ ഈസ്റ്റ്, എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ കിടന്ന് ബോയിൽ ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഇസ്രായേലുണ്ട്. ഇസ്രായേൽ ഇത് ഇവിടെ കിടക്കുന്നു. ഇസ്രായേൽ ഒരു ഇറ്റ് ഈസ് എ ജൂയിഷ് സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ ജൂയിഷ് സ്റ്റേറ്റ്. നോർമലി അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് പ്രശ്നമായിരുന്നു. കാരണം ഈ പലസ്തീൻ ഇഷ്യൂവിൻ്റെ ബേസിൽ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ പല അറബ് സ്റ്റേറ്റ്സും ഇസ്രായേലുമായിട്ട് ബെറ്ററായി തുടങ്ങി അവരുടെ റിലേഷൻസ്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇറാന് ഒട്ടും ഇഷ്ടമല്ല ഇസ്രായേലിന്. ഇറാൻ വെസസ് ഇസ്രായേൽ അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമാണ്. റിലീജിയസ് ആയിട്ടുള്ള ആംഗിൾ ഉണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ജെറുസലേമൊക്കെ എടുത്തു കഴിഞ്ഞാൽ
അവിടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്, അല്ലെങ്കിൽ മോണ്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് അലക്സ മോസ്ക്, മുസ്ലിംസിൻ്റെ എനിക്ക് തോന്നുന്നു 3rd മോസ്റ്റ് ഹോളിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. ചർച്ച് ഓഫ് സപ്പുൾഷെയർ, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പിൾ മൗണ്ട്, ജൂസിൻ്റെ ഏറ്റവും ഹോളി ആയിട്ടുള്ള സൈറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൺട്രോളിന് വേണ്ടി ഇവരെല്ലാം ആഗ്രഹിക്കുന്നു. ഇറാനും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം ഡീറ്റെയിൽഡ് ആയിട്ട് യൂട്യൂബിൽ ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും അതിനകത്ത് കാണാം. ഈ ക്ലാസ്സിൻ്റെ സ്കോപ്പ് ഞാൻ ഒതുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഒരിടയ്ക്ക് വളരെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പോൾ അവർ ചെറിയ അപ്രോച്ച്മെൻറ്റ് നടക്കുകയാണ്. ഈ ഇസ്രായേലും അറബ് രാജ്യങ്ങളും അടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഹമാസും പ്രശ്നമായത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമായി യുദ്ധം വന്നു. പിന്നീട് എന്ത് ചെയ്തു, ഈ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിലേക്ക് അടുക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇസ്രായേലും അറബ് രാജ്യങ്ങളും USA മീഡിയേഷനിൽ ഇങ്ങനെ അടുത്തോണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് അവർക്ക് അടുക്കാൻ ബുദ്ധിമുട്ടായി. കാരണം ഇസ്രായേലുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ ഗസയിലെ ക്രൂരത ചെയ്യുന്ന ഇസ്രായേലുമായിട്ട് അറബ് രാജ്യങ്ങൾ അടുത്തു. അറബ് രാജ്യങ്ങളെ എൻറ്റയർ മുസ്ലിം വേൾഡിൽ അവർ ഇമേജ് പോകും. അപ്പോൾ ഇതിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നായാലും പിന്നീട് പിന്നെയും ട്രംപ് തിരിച്ചു വന്നതിന് ശേഷം അറബ് രാജ്യങ്ങളും ഇസ്രായേലും പിന്നെ അടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇത് ഇഷ്ടമല്ലാത്ത ആളാണ് ഇറാൻ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിനെ ഇവിടുന്ന് ഓബ്വിയസ്ലി ഇറ്റ് വിൽ ബി ടാർഗറ്റഡ് ബൈ ഇറാൻ. ഓക്കെ, ഇറാൻ്റെ പുതിയ സെജിൽ മിസൈലുകളും ഫത്ത മിസൈലുകളും എല്ലാം ഇസ്രായേലിനെ അടിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് ഇവരെ ലെബനാനിൽ നിന്ന് ഹെസ്ബുള്ള അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഗസയ്ക്കകത്തു നിന്ന് തന്നെ ഹമാസ് അടിക്കുന്നുണ്ടായിരുന്നു. അടിയിൽ നിന്ന് ഹൂതികളും അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഹെസ്ബുള്ള കുറച്ചൊക്കെ വീക്കെൻഡ് ആയിട്ടുണ്ട്. അവിടെ നിന്നുള്ള അറ്റാക്കുകൾ നമ്മൾ കാണുന്നില്ല. ഹമാസ് ഇപ്പോഴും ചെറിയ സ്കെയിലിൽ ഇവിടെ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഹൂതികളും അറ്റാക്ക് നടത്തിയേക്കാം. അപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ ഇതാണ്. ചുറ്റും നിന്ന് അടി കിട്ടുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ ഗാസയിൽ അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അതിനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു 99.9% രാജ്യങ്ങളും ഇതിനെതിരെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ വ്യൂ എന്താ? ഇന്ത്യ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് മാനിക്കുന്നത്. നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണം. UN ഒരു റെസൊല്യൂഷൻ വന്നാൽ ഇന്ത്യ പറയും ഞങ്ങൾ 2 സ്റ്റേറ്റ് തിയറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ അഗ്രഷൻ നിർത്തണമെന്ന് പറഞ്ഞ് തന്നെ ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ എതിരെ ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ മാറിയിരിക്കും. ഇന്ത്യ വോട്ട് ചെയ്യില്ല, അബ്സ്റ്റെയിൻ ചെയ്യും. പക്ഷേ ഹിസ്റ്റോറിക്കലി ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ അഗ്രഷൻ നിർത്തണം, പലസ്തീന് സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വോട്ടെടുപ്പ് വരുമ്പോൾ എപ്പോഴും ഇസ്രായേലിനെതിരെ തന്നെയാണ് ഇന്ത്യ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഗസായിലുള്ള യുദ്ധവും ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നൊക്കെയുള്ള UNGA റെസൊല്യൂഷൻ വരുമ്പോൾ അതിനകത്ത് ഇന്ത്യ മാറിയിരിക്കും. കാരണം ഇന്ത്യ ഇസ്രായേലും തമ്മിൽ അടുപ്പമുണ്ട്. ഇസ്രായേലിനെ ടർക്കിക്ക് ഇഷ്ടമല്ല, അതുപോലെ ഇറാനും ഒട്ടും ഇഷ്ടമല്ല. ഇന്ത്യയും ഇസ്രായേലും നല്ല കണക്ഷനാണ്. കാരണം ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട്. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് പാകിസ്ഥാൻ്റെ എതിരെ പ്രയോഗിച്ച ഡ്രോണുകളാണെങ്കിലും എല്ലാം ഇസ്രായേലാണ് തരുന്നത്. പിന്നെ ഇസ്രായേൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓബ്വിയസ്ലി അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. ഇല്ലെന്ന് പലരും പറയാം. ഞാൻ ഇസ്രായേലിൽ പോയിട്ടുള്ള ആളാണ്, സോ ഐ നോ. ചിലർക്ക് അൾട്രാ ആയിട്ട് ചിന്തിക്കുന്ന ജ്യൂസിനെ ഇന്ത്യക്കാരുമായിട്ട് പ്രശ്നമുള്ളൂ. അല്ലാത്തവർ ദേ കൺസിഡർ ഇന്ത്യ ആസ് ഗുഡ് ഫ്രണ്ട്. കാരണം വെച്ചാൽ ബാറ്റിൽ ഓഫ് ഹൈഫ എന്നൊക്കെ പറഞ്ഞ വേൾഡ് വാർ ബാറ്റിലൊക്കെ ഉണ്ട് ഇസ്രായേലിന് വേണ്ടി. അതിലൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇന്ത്യൻ പട്ടാളക്കാരാണ്. ഇതൊക്കെ ചരിത്രമാണ്, ഞാൻ പറഞ്ഞു തന്നുകൊണ്ട്. ഇനി ടർക്കി ഉണ്ട്. ടർക്കി ഇവിടെ കിടക്കുന്നു. ഇത് ഏഷ്യയിലും ഉണ്ട്, യൂറോപ്പിലും ഉണ്ട്. ഇത് നാറ്റോ രാജ്യമാണ്. ഒരു കാലത്ത് ഇത് ഖാലിഫേറ്റ് ആയിരുന്നു. ഈ ടർക്കിയുടെ പിന്മുറക്കാരൻ അല്ലെങ്കിൽ ടർക്കി ശരിക്കും എന്തിൻ്റെ പിന്മുറക്കാരനാണ്? ഓട്ടോമൻ കാലിഫൈറ്റ് അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്നാണ് ടർക്കി അവകാശപ്പെടുന്നത്. ഓട്ടോമൻ എംപയർ ആയിരുന്നു എൻറ്റയർ ഇസ്ലാമിക് വേൾഡിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടർക്കി ഭരിക്കുന്നത് റിക്കായ് എർഡോഗനാണ്. എർഡോഗൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് AKP പാർട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? പഴയ ഓട്ടോമൻ പ്രതാപത്തിലേക്ക് എനിക്ക് എൻ്റെ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരണം. ഐ വാണ്ട് ടു റിവൈവ് ദ ഗ്ലോറി ഓഫ് ടർക്കി. അപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ നോക്കിയാൽ 3 രാജ്യങ്ങളാണ് അവിടെ മുസ്ലിം ലോകത്തിൻ്റെ രാജാവാൻ ശ്രമിക്കുന്നത്. 1 സൗദി അറേബ്യ, 2 ഇറാൻ, 3 ടർക്കി. ഓക്കെ, പക്ഷേ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അവർ പറയുന്നത് ടർക്കി അല്ലേ, അതൊരിക്കലും ഒരു അറബ് അല്ല. പ്രോഫറ്റ് ആണെങ്കിലും ഈസ് ആൻ അറബ്, അപ്പം ടർക്കിഷ് അറബ് അല്ല. അപ്പം ഞങ്ങൾ തന്നെ ആയിരിക്കണം ഏറ്റവും വലുതെന്ന് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ പറയും. ടർക്കി പറയും ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഇസ്ലാമിൻ്റെ
പ്രൊപ്പഗേഷനും എക്സ്പാൻഷനും സഹായിച്ചിട്ടുള്ള ഒരു വലിയ കാര്യം ചെയ്തേക്കുന്ന ടർക്കിഷ് റൂളിൻ്റെ അണ്ടറിലാണ്. ഒട്ടോമൻ എംപയർ ഒരു ഗോൾഡൻ ഏജ് ആണെന്ന് ഇവർ പറയും. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ഇവർ ഇസ്രായേലിനെതിരെ ഇവർ വളരെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന കാണാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇന്ത്യക്കെതിരെ നിന്നു, പാകിസ്ഥാനെ ഫുൾ ഓൺ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഞങ്ങളാണ് മുസ്ലിം വേൾഡിൻ്റെ രക്ഷകർ. ഈ പറയുന്ന സൗദി അറേബ്യയോ അല്ലെങ്കിൽ യുണൈറ്റഡ് എമിറേറ്റ്സോ ഒമാനോ ഇവരൊന്നും ചെയ്യില്ല. ഇവരൊന്നും പലസ്തീനിലേക്ക് തിരിഞ്ഞു നോക്കില്ല. എല്ലാത്തിനും സഹായിക്കാൻ മുസ്ലിം വേൾഡിന് ഒരു അപകടം വരുമ്പോൾ ഞങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ പാകിസ്ഥാൻ ഇന്ത്യ കേസിൽ പാകിസ്ഥാൻ്റെ കൂടെ നിന്നു. ഗസായുടെ കേസിൽ ഇസ്രായേലിനെതിരെ വളരെയധികം വോക്കലാവുന്നുണ്ട്. പിന്നെ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള പ്രശ്നമുണ്ട്, നഗോണ കറാബാക്ക്. ആ ഇഷ്യൂവിൽ ഇവർ അസർബൈജാൻ്റെ കൂടെ നിന്നു. അപ്പോൾ മുസ്ലിം വേൾഡിൻ്റെ രക്ഷനായിട്ട് സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് ആരും? എർദോഗൻ. പിന്നെ കശ്മീരിൽ ഇന്ത്യക്കെതിരെ എപ്പോഴും സംസാരിക്കുന്ന ആളാണ് എർദോഗൻ. അപ്പോൾ ഇന്ത്യയായിട്ടുള്ള റിലേഷൻസ് നോർമലൊക്കെ ആയിരുന്നു. അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒരു എർത്ത് വന്നപ്പോൾ നമ്മളാണ് ആദ്യം ഓടിച്ചെന്ന് സഹായിച്ചത്. പക്ഷേ ഇന്ത്യക്കെതിരെ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി, എക്സ്പെഷ്യലി ഇൻ ഡിഫൻസ് ഫീൽഡ്. അതിന് നമ്മൾ കൗണ്ടർ ചെക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, വി ഹാവ് കെപ്റ്റ് ദ കൗണ്ടർ ചെക്ക്. ആ കൗണ്ടർ ചെക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ എങ്ങനെയാണ് ഇത് കൗണ്ടർ ചെയ്യുന്നത് എന്നുള്ളത് ടർക്കി റിലേഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. എന്നാലും എങ്ങനെയാണ് ചെക്കെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ ചെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ടർക്കി കാണാമല്ലോ. ടർക്കിയുടെ അടിയിൽ ചെറിയൊരു രാജ്യമുണ്ട്, സൈപ്രസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ചെറിയ രാജ്യമുണ്ട്. അപ്പം ഇത് ടർക്കി ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ രാജ്യമുണ്ട്, സൈപ്രസും ടർക്കിയായിട്ട് പ്രശ്നമുണ്ട്. കാരണം സൈപ്രസിൻ്റെ ഒരു പ്രദേശം, ഇവിടെ മുസ്ലിംസ് ആണ് കൂടുതൽ, ടർക്സ് ആണ് കൂടുതൽ. ഈ പ്രദേശം ടർക്കി കൺട്രോൾ ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ഇതിനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നേയില്ല. ഈ സദേൺ പാർട്ട് ഇതിനെയാണ് ശരിക്കുള്ള സൈപ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടർക്കിയും സൈപ്രസുമായിട്ട് പ്രശ്നമുണ്ട്. നമ്മൾ സൈപ്രസുമായിട്ട് നമ്മുടെ റിലേഷൻസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ കുറച്ച് ദിവസം മുമ്പ് സൈപ്രസ് വിസിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സൈപ്രസിനെ ആർട്ടിഫിഷ്യലി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ആര്? ടർക്കി. അപ്പോൾ ഈ ബോർഡർ ലൈനിൻ്റെ അവിടെ നരേന്ദ്രമോദി പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ബാക്ക് യാർഡിൽ തന്നെ നമ്മൾ അവർക്ക് ചെക്ക് വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ സൈപ്രസിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് പിന്നീട് വായിച്ച് നോക്കാം. സൈപ്രസിനെ രണ്ടായിട്ട് മുറിച്ചത് ടർക്കിയാണ്. അതിലൊരു ഭാഗം അവരാ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ലോകം ഇത് അംഗീകരിച്ചിട്ടില്ല. ആ സ്ഥലത്തിന് ടർക്കി തന്നെ ഒരു രാജ്യത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ലോകം അംഗീകരിച്ചിട്ടില്ല. ലോകം അംഗീകരിക്കുന്നത് ഈ സൗത്ത് സൈപ്രസ്, ഈ ഭാഗത്തുള്ള ഗവൺമെൻറ്റിനെയാണ് ലോകം അംഗീകരിക്കുന്നത്. ഇവിടാണ് നരേന്ദ്രമോദി വിസിറ്റ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ടർക്കിയുടെ അംബീഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റൂടെ കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം തീരാറാവും. ഐ തിങ്ക് വിൽ ഓൺലി ഹാവ് like 14 or 15 more slides. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണെങ്കിൽ ഓബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും സ്റ്റുഡൻസ്? അവിടെ അന്യരാഷ്ട്രങ്ങൾ അവരുടെ ശക്തി തെളിയിക്കാൻ നടക്കും. അപ്പോൾ അവിടെ USA ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്, ഇന്ത്യ ഉണ്ട്. അവരവരുടെ ഇൻഫ്ലുവൻസ് ഈ സ്പിയറിൽ കൂട്ടാനുള്ള ശ്രമം നടത്തും. അപ്പം ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. പിന്നെ ഒരു മാർഗം കൊണ്ട് ഞാനാണ് ഏറ്റവും കരുത്തെന്ന് കാണിക്കാൻ ഒരു രാജ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഒത്തുതീർപ്പിലെത്താൻ ഞാൻ സഹായിക്കാം. ട്രംപ് പറയുന്നില്ലേ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഞാൻ സോൾവ് ആക്കാമെന്ന് ട്രംപ് പോയി പറയും. അപ്പോൾ ഇങ്ങനെ മീഡിയേഷൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പവർ പ്രൊജക്ഷനാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എന്ത് ശ്രമിക്കുന്നുണ്ട്? പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ആക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട്. അതുവഴി ഇവരാണ് നല്ല പവർഫുൾ രാജ്യം എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കി, ആദ്യം നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിലെ USA റോള് നോക്കാം. USA മിഡിൽ ഈസ്റ്റിൻ്റെ വളർച്ചയെ ഒത്തിരിയധികം സഹായിച്ചൊരു രാജ്യം തുടക്കത്തിൽ. കാരണം ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ എണ്ണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെ കുഴിച്ചെടുക്കുന്നത് എന്നുള്ള ടെക്നോളജി കൊടുത്തത് USA ആണ്. അപ്പോൾ USA ഒരു ആധിപത്യത്തിലായിരുന്നു ഒരു കാലം വരെ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാം ഈ പറയുന്ന ഇറാൻ ഇവിടെ കിടപ്പുണ്ട്. ഇറാൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയാൽ ഖത്തറാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും അടുത്തുള്ള ഇറാഖിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ USA മിലിറ്ററി ബേസുകളുണ്ട്. അപ്പോൾ US ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, US ഒരു കാലത്ത് സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. കാരണം US എന്ത് വേണം? എണ്ണ വേണം. പക്ഷെ പിന്നീട് US എന്ത് കണ്ടുപിടിച്ചു? ഷെയിൽ ഗ്യാസ് കണ്ടുപിടിച്ചു.
അപ്പോൾ ഈ എണ്ണ അധികം ഇനി യു എസിന് വേണ്ട. അപ്പോൾ യു എസ് എന്ത് ചെയ്തു? കുറച്ച് കാലത്തേക്ക് ഈ അറബ് രാജ്യങ്ങളെ അങ്ങ് തഴഞ്ഞു. എന്നിട്ട് സ്വയം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ആളില്ലാത്ത സീറ്റിൽ ചൈന കയറിയിരുന്ന് കളഞ്ഞു. കാരണം യു എസ് എ പർച്ചേസ് ചെയ്യുന്നില്ല. യു എസ് എക്ക് ഇപ്പോൾ എണ്ണ അധികം വേണ്ട. അവൻ ഷെയിലിൽ നിന്ന് അവൻ്റെ ഉപയോഗ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പം യു എസ് എ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ഓയിൽ വിൽക്കണ്ടേ? അത് മേടിക്കാൻ വന്ന ആളാണ് ആര്? ചൈന. അപ്പം യു എസ് എ പോയ ഗ്യാപ്പിൽ ചൈന കയറി. ഓക്കെ. അപ്പോൾ യു എസ് എ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളോട് പറഞ്ഞു ചൈനയായിട്ട് നിങ്ങൾ അടുക്കരുതെന്ന്. പക്ഷേ അവർ കേട്ടില്ല. കാരണം അവർക്കും അവരുടെ എക്കണോമി നോക്കണ്ടേ. ഞങ്ങളുടെ പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ആളാരാണ്? ചൈനയാണ്. അപ്പം ഞാൻ ചൈനയുടെ പ്രാധാന്യം കാണിച്ചു തരാം. കാരണം നമ്മളിപ്പം യു എസ് എയുടെ കാര്യമാണ് പഠിക്കുന്നത്. ഇപ്പോൾ യു എസ് എ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് കടന്നു. ഇപ്പോഴും പവറുണ്ട്. ഇടയ്ക്ക് അവരുടെ കോൺസെൻട്രേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ചൈന ഇവിടെ ശരിക്കും എൻ്റർ ചെയ്ത് തുടങ്ങി. ഓക്കെ. ഇനിയും 2011 ഈ അറബ് രാജ്യങ്ങളിലൊരു പ്രതിഭാസം നടന്നു, അറബ് സ്പ്രിംഗ്. പലരും പറയുന്നത് ഇതിൻ്റെ പുറകിൽ അമേരിക്കയാണെന്ന്, നമുക്കറിയില്ല. കാരണം ഈ അറബ് രാജ്യങ്ങൾ പലതും മൊണാർക്കിയാണ്, രാജഭരണമാണ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്ററുകളാണ്. ഒരു പ്രസിഡന്റ് ഉണ്ടാവും, പക്ഷേ അയാളുടെ കയ്യിലായിരിക്കും എല്ലാ ശക്തി. ഇതിനെതിരെ ആൾക്കാർ പ്രതിഷേധിച്ച ഒരു പ്രതിഷേധമാണ് ഈ അറബ് സ്പ്രിംഗ്. ഇത് ലിബിയയിൽ നടന്നപ്പോൾ ഗദാഫി കൊല്ലപ്പെട്ടു. ആദ്യം ഇത് നടന്നത് ടുണീഷ്യയിലാണ്. അവിടെ ബെൻ അലി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തെ റിപ്ലേസ് ചെയ്തു. ഈജിപ്തിൽ ഹോസ്നി മുബാറക്കിന് പണി കിട്ടി. ഓക്കെ. ലിബിയയിൽ ഗദാഫിക്ക് പണി കിട്ടി. ഈജിപ്തിൽ ഹോസ്നി മുബാറക്കിന് പ്രശ്നം പറ്റി. അതുപോലെ തന്നെ ടുണീഷ്യയിൽ ബെൻ അലിക്ക് പ്രശ്നം പറ്റി. അപ്പോൾ അവിടെ റെജീം ചേഞ്ചുകൾ ഉണ്ടായി. ഓക്കെ. ഈ ബഷർ അസാദിനെതിരെയും ഈ അറബ് സ്പ്രിങ്ങിൻ്റെ സമയത്ത് പ്രശ്നം നടന്നു. പക്ഷേ ഇറാൻ്റെയും റഷ്യയുടെ സഹായത്തോടെ ബഷർ അൽ അസാദ് പിടിച്ചു നിന്നു. യു എസിൻ്റെ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നു. പക്ഷേ അവസാനം അസാദും വീണു ഇപ്പോൾ. ഓക്കെ. പിന്നെ യു എസ് എ, ഞാൻ പറഞ്ഞു ഓരോ രാജ്യങ്ങളും അവരുടെ പവർ കാണിക്കാനുള്ള ശ്രമം എങ്ങനെ നടത്തുന്നത്? പ്രശ്നമുള്ള രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ നടുക്ക് പോയി സംസാരിക്കുക. അപ്പോൾ ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത് ഞങ്ങളാണെന്ന് കാണിക്കുക. അതുപോലെ യു എസ് എ ചെയ്ത ഒരു കാര്യമാണ് അബ്രഹാമിക് അക്കോർഡ്. ഇറ്റ് ഈസ് എ പീസ് ഡീൽ. അതായത് യു എസ് എ ആണിത് മീഡിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും തമ്മിൽ ബന്ധം ബെറ്റർ ആക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇസ്രായേലിലും ഏത് രാജ്യങ്ങളും അടുപ്പിക്കാൻ ശ്രമിച്ചത്? യു എ ഇയെയും ബഹ്റിനെയും നമ്മുടെ ഇസ്രായേലുമായിട്ട് അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇവിടെ നിങ്ങൾക്ക് യു എ കാണാം, ഇസ്രായേൽ, അമേരിക്ക ആൻഡ് ബഹ്റിൻ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിക് അക്കോർഡ് എന്താ? ചില അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായിട്ട് അടുപ്പിക്കാനുള്ള യു എസ് എയുടെ ശ്രമമാണ്. കുറേയൊക്കെ അത് വിജയിച്ചിരുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത്? ഇസ്രായേൽ, യു എ ഇ, അതുപോലെ തന്നെ ബഹ്റൈൻ, അതുപോലെ മൊറോക്കോ. ഈ രണ്ട് ഫ്ലാഗും ഒരുപോലെ, യു എ ഇയുടെയും നമ്മുടെ എന്താ പറയുക ഫ്ലാഗും ഒരുപോലെ ആയതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? തുടക്കകാലത്തിൽ ഇസ്രായേലിനെ യു എയും ബഹ്റിനുമായിട്ട് അടുപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ ഇതിനകത്ത് പിന്നെ വേറൊരു രാജ്യവും കൂടെ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളൂ. ക്ലിയർ? എനിക്ക് തോന്നുന്നു മൊറോക്കോ ആണെന്ന്. നിങ്ങളൊന്ന് നോക്കുക, മൊറോക്കോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. മൊറോക്കോ ആണോ സുഡാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ വേറെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് I2U2. അതിനകത്ത് ആരൊക്കെയാ? 2 യു ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യു എ ഇ, അതുപോലെ തന്നെ ഇസ്രായേൽ, ഇന്ത്യ. ഇതിനകത്ത് ഇന്ത്യയുണ്ട്. ഓക്കെ, അപ്പം I2U2വും അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ അടുപ്പിക്കാനുള്ള യു എസ് എയുടെ ശ്രമമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IMEC കോറിഡോർ ഉണ്ട്. ഈ കോറിഡോർ നിങ്ങൾ നോക്കിക്കേ. ഈ കോറിഡോർ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി യു എ ഇ വഴി സൗദി അറേബ്യ വഴി ഇത് ഇസ്രായേലിലേക്ക് പോകുന്നു, അവിടുന്ന് ഗ്രീസിലേക്ക് പോകുന്നു, അവിടുന്ന് യൂറോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ത്യ, യു എ ഇ, സൗദി അറേബ്യ, ഇസ്രായേൽ, ഗ്രീസ്, യു എ ഇ. ഹൈഫ പോർട്ടൊക്കെ ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റാണ്. ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ട്, നമ്മുടെ മുംബൈ പോർട്ട്, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട് എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ഇത് G7ൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. മറ്റേ PGII ഇനീഷ്യേറ്റീവിൻ്റെ അണ്ടറിൽ ഇത് വരും. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു കോറിഡോർ വരുമ്പോഴും ആരാണ് ഇവിടെ ഒഴിവാക്കപ്പെടുന്നത്? ഇതിനകത്ത് ടർക്കിക്ക് ഒരു റോളും ഇല്ല. ഇതിനകത്ത് ഇവിടെ കിടക്കുന്ന ഇറാനും ഒരു റോളും ഇല്ല. അപ്പം ചിലർ പറയുന്നത് ഈ IMEC കോറിഡോർ പ്രഖ്യാപിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെയാണ് എന്ത് പറ്റിയത്? ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് ചിലർ പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ വായിച്ചെടുത്ത കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറയുന്നു എന്നല്ല പറയുന്നു.
ഓതേഴ്സ് പറയുന്ന കാര്യം ഞാനും പറയുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു കണക്ടിവിറ്റി വന്നാൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും അടുക്കും, വെസ്റ്റും അടുക്കും. ഇത് താല്പര്യമില്ലാത്ത ടർക്കിയും അതുപോലെ ഇറാനും, എക്സ്പെഷ്യലി ഇറാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രൊവോക്ക് ചെയ്തതാണെന്ന് ചിലർ പറയാറുണ്ട്. ഇതിൻ്റെ ശരി തെറ്റുകളും നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം. ഞാൻ പേപ്പറുകളിലും ന്യൂസുകളിലും പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾ പറയുന്ന കാര്യം നിങ്ങളെ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ USA റോള് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനയുടെ റോൾ എന്താണ്. ചൈന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പഴയ ഫിഗറാട്ടോ. എനിക്കൊന്ന് 2023 ഫിഗർ അല്ലെങ്കിൽ 2022 ഫിഗറാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ഇറാൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറാൻ ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ കയ്യിൽ, എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ കയ്യിൽ. ഈ ഫിഗറുകൾ ഇപ്പം മാറിയിട്ടുണ്ടാവാം, പക്ഷേ ചൈനയുടെ പ്രാധാന്യം ഞാൻ കാണിക്കുന്നത്. സൗദി അറേബ്യ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, 1 സെക്കൻഡ് ഐ വിൽ ചേഞ്ച് ദ പെൻ കളർ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സൗദി അറേബ്യയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും രണ്ടും ഈ പറയുന്ന ചൈനയിലേക്ക്. ഒമാൻ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ കയ്യിൽ നിന്ന്, ഏറ്റവും കൂടുതൽ ഒമാൻ അങ്ങോട്ട് കയറ്റി അയക്കുന്നത് ചൈനയ്ക്ക്. ഓക്കെ, യമൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ അടുത്ത് നിന്ന്, ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത് ചൈനയ്ക്ക്. ഓക്കെ, അപ്പം ഇസ്രായേൽ ഇമ്പോർട്ട് രണ്ടാമത്, ഏറ്റവും കൂടുതൽ രണ്ടാമത് എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയ്ക്ക്. ജോർദാൻ 1.6, ഇറാഖ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ മൂന്നാമത്, ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ചൈനയ്ക്ക്. കുവൈറ്റ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നത് ചൈനയുടെ കയ്യിൽ നിന്ന്, എക്സ്പോർട്ട് ചെയ്യുന്നതും ചൈനയ്ക്ക്. ബഹ്റിൻ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയ്ക്ക്, 17ാമത്തെ എക്സ്പോർട്ട് ചൈനയ്ക്ക്. ഓക്കെ, ഖത്തർ 4ാമത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നത്, ഇമ്പോർട്ട് ഖത്തറിൻ്റെ കയ്യിൽ നിന്ന്. 3ാമത് ഏറ്റവും കൂടുതൽ അത് സാധനങ്ങൾ കയറ്റി അയക്കുന്നത് ചൈന. UAE ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ കയ്യിൽ നിന്ന്, 5ാമത് ഏറ്റവും വലിയ അതിൻ്റെ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ചൈന. ഓക്കെ, ഈ വാക്ക് ഇത് ഇപ്പം മാറിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ടങ് സ്ലിപ്പ് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ നോക്കണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈന ഇവിടെ വലിയൊരു പ്ലെയറാണ്. ഈ എല്ലാ രാജ്യങ്ങളും എക്കണോമിക്കലി ചൈനയെ ആശ്രയിക്കുന്നു. ഒന്നുകിൽ ചൈനയുടെ പ്രോഡക്ട്സ് അവർക്ക് വേണം, അല്ലെങ്കിൽ ചൈനയ്ക്കാണ് അവർ വിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചൈനയ്ക്ക്, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഓയിലും ഗ്യാസും ഒക്കെ വിൽക്കും, മേടിക്കാൻ ആൾ വേണ്ടേ. USA വലുതായിട്ട് മേടിക്കുന്നില്ല, മേടിക്കുന്ന ഒരു വലിയ ആളാരാ? ചൈന. അപ്പോൾ ചൈന ഒരിക്കലും ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചൈനയുടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുമായിട്ട് അവൻ നല്ല ബന്ധത്തിലാണ്, ഇറാനുമായിട്ട് അവൻ നല്ല ബന്ധത്തിലാണ്, ടർക്കിയുമായിട്ട് അവൻ്റെ ബന്ധം മോശമല്ല. ആകെ അവൻ്റെ ബന്ധം മോശമായിട്ടുള്ളത് ആരുമായിട്ടാണ്? ഇസ്രായേലുമായിട്ട് വലിയ നല്ല ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ബിസിനസ്സിൽ അവർ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയി. ടർക്കി എന്ന് പറഞ്ഞ രാജ്യം, ഇതിൻ്റെ കേസ് രസമാണ്. ഇത് നാറ്റോയുടെ ഭാഗമാണ് ടർക്കി. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാലും പലപ്പോഴും ഇത് നാറ്റോയുടെ ഹിതങ്ങളുടെ എതിരെയാണ് പോകുന്നത്. ഓക്കെ, ഇറാനും ടർക്കിയും നല്ല ബന്ധമല്ല. ഞാനത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. ഇറാനും ടർക്കിയും നല്ല ബന്ധമല്ല. പലപ്പോഴും യോജിക്കാറുണ്ട്, പലപ്പോഴും എതിർക്കാറുണ്ട്. കാരണം എന്താ? ടർക്കി സുന്നി രാജ്യമാണ്. സിറിയയിൽ സിവിൽ വാർ നടന്നപ്പോൾ ബഷർ അൽ അസാദ് ഷിയയാണ്. അപ്പോൾ ഇറാൻ ബഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത് ആരാണ്? ടർക്കിയാണ്. ടർക്കി ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കാലത്തെ റിബൽ ഫോഴ്സസിനെ USA ഒപ്പം ബഷർ അൽ അസാദ്, സിറിയയിലെ റൂളറായ ബഷർ അൽ അസാദിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന റിബൽ ഫോഴ്സുകളെ സഹായിച്ചുകൊണ്ടിരുന്നത് ടർക്കി, അമേരിക്കൻ, നാറ്റോയും ഒക്കെയാണ്. അപ്പോൾ ഇറാൻ റൂൾ ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു, ടർക്കി എതിർക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം മാറി, ഇപ്പം ടർക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ യമനിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അടിയാണ്. കാരണം ഇറാൻ ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നു, സൗദി അറേബ്യ ഹൂതികളുടെ എതിരാണ്. യമനിൽ 10-20,000 യമനീസിനെ ഈ സൗദി അറേബ്യ കൊന്നിട്ടുണ്ട്. കണക്ക് നിങ്ങൾക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഇവർ തമ്മിൽ അടിയുണ്ട്. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പ്രശ്നമുണ്ട്, ഇറാനും ടർക്കിയും തമ്മിലുള്ള പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി ചൈന. നേരത്തെ ഞാൻ കാണിക്കുന്നത് പ്രശ്നമുള്ളവരെ എല്ലാം കോംപ്രമൈസിലാക്കാൻ പറ്റുന്നവനാണ് ഏറ്റവും വലിയ പവർ. അങ്ങനെ ശ്രമമാണ് അമേരിക്ക നടത്തിയത്. അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അബ്രഹാമിക് അക്കോർഡ്, I2U2, പിന്നെ IMEC കോറിഡോറിൽ അമേരിക്കയ്ക്ക് റോളുണ്ട്. ഇനി ചൈനയും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ചൈന എന്താ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? സൗദി അറേബ്യയും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മീഡിയേഷൻ ചൈന നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വാങ്ങിയാണ്. അപ്പം അമേരിക്ക അവിടെ അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന ഇപ്പുറത്ത് അറബ് രാജ്യങ്ങളെയും, അതായത് സുന്നി രാജ്യങ്ങളെ ഇറാനുമായിട്ട് അടുപ്പിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്. ഇപ്പം ഈ ഇടയ്ക്കും
ഇസ്രായേലും ഇറാനുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴും ഒരു 2-3 ദിവസം മുമ്പാണ് ചൈന പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അങ്ങ് മീഡിയേറ്റർ ആവണം, ലോക പോലീസ് ആവണം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങൾ നടുക്ക് നിൽക്കാം. അതുപോലെ ചൈന ഒരു വലിയ മീഡിയേഷൻ, ലോകത്തെ പ്രശ്നങ്ങൾ മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ വരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഓക്കെ, ഇനിയും ഈ ഏരിയയിലുള്ള കുറച്ച് മേജറായിട്ടുള്ള ഗ്രൂപ്പിങ്സ് നമുക്ക് പഠിക്കാം. ഒന്ന്, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് അലയൻസ് ആണ് 1981 ഉണ്ടായത്. 6 രാജ്യങ്ങളുണ്ട്: ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ആൻഡ് UAE. പരസ്പരം കോപ്പറേറ്റ് ചെയ്യുക, ഓയിലിൻ്റെ കാര്യങ്ങൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുക, അതുപോലെ സോവറിനിറ്റി, അവരുടെ സോവറിനിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ GCCയെ പറ്റിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതാണ്. അപ്പോൾ GCC രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത് 6 യമൻ ഇവിടെ വരുന്നില്ല കേട്ടോ, ഇറാൻ വരുന്നില്ല, ഇറാഖ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഈ 6 രാജ്യങ്ങളാണ് GCC. ഈ മിഡിൽ ഈസ്റ്റോ വെസ്റ്റ് ഏഷ്യയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ നമുക്ക് ഒപെക് കൺട്രീസ് ഉണ്ട്. ഇത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു കാർട്ടലാണ്, ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ ഓയിൽ പ്രൈസസിനെയൊക്കെ അവർ ഡിസൈഡ് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇതിനകത്ത് അങ്കോളയുണ്ട് ആഫ്രിക്കയിലെ, നൈജീരിയ ഉണ്ട്, ലിബിയ ഉണ്ട്, അൾജീരിയ ഉണ്ട്. ഇതൊക്കെ ആഫ്രിക്കയിലുള്ളത്. ഇനി വെസ്റ്റ് ഏഷ്യയിലേക്ക് പച്ചയ്ക്ക് നിങ്ങൾ ഇറങ്ങി തന്നാൽ ഇറാഖ്, കുവൈറ്റ്, ഇറാൻ, ഖത്തർ, UAE, സൗദി അറേബ്യ. പിന്നെ ഇത് ലാറ്റിൻ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലേക്ക് പോയാൽ വെനൻസുല, ഇക്വഡോർ. ഓക്കെ, ക്ലിയർ? ഇവർ ഓയിൽ പ്രൈസ് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ ഇവർ ഒരുമിച്ച് ചേരും. ഓക്കെ, അതുപോലെ തന്നെ ഒപെക് പ്ലസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒപെക് പ്ലസിൽ കുറച്ച് രാജ്യങ്ങളോട് എക്സ്ട്രാ ഉണ്ട്: മെക്സിക്കോ, കസാക്കിസ്ഥാൻ, ഒമാൻ, അസർബൈജാൻ, മലേഷ്യ, ബഹ്റൈൻ, സൗത്ത് സുഡാൻ, ബ്രൂണൈ, സുഡാൻ. ഈ രാജ്യങ്ങളോടുണ്ട്. അപ്പോൾ ഒപെക് പ്ലസിൽ കുറച്ച് രാജ്യങ്ങളോടുണ്ടെന്ന് മനസ്സിലാക്കുക. റഷ്യയുണ്ട്. ഒപെക്കിനകത്ത് റഷ്യയില്ല, പക്ഷേ ഒപെക് പ്ലസിനകത്ത് റഷ്യയുണ്ട്. ഓക്കെ, അത് ഇത്തിരിയുടെ വലിയൊരു ഓർഗനൈസേഷനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുകയല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പിങ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരിക. ഇത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കേസ് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല. വെസ്റ്റ് ഏഷ്യയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ്. ഓക്കെ, അപ്പോൾ GCC എന്താണെന്ന് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഒപെക് എന്താണെന്ന് നോക്കി. നിങ്ങൾക്ക് വേറൊരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം, പഠിപ്പിക്കുമ്പോൾ അതുകൂടെ പഠിപ്പിക്കണം. ഈ ഒപെക് രാജ്യങ്ങളാണ് പലപ്പോഴും ഈ ഓയിലിൻ്റെ പ്രൈസൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ. കാരണം ഓയിലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഓയിലിൻ്റെ വില കൂടും. ഈ ഓയിൽ എംബാർഗോ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. വെസ്റ്റിനെ പ്രഷറൈസ് ചെയ്യാൻ പണ്ട് ഈ ഗ്രൂപ്പിംഗ് എല്ലാം കൂടെ, ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഓയിൽ പ്രൊഡക്ഷൻ അങ്ങ് കട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ലോകം മൊത്തം വിഷമിച്ചു. അത് അവരുടെ കയ്യിലൊരു പവറായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവർക്ക് അത്രയും പവറില്ല, കാരണം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുണ്ട്, ഇനി പുതിയ ടെക്നോളജികൾ വരുന്നു. എന്നാൽ പോലും പെട്ടെന്ന് അവർ ഓയിൽ തരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പെടും. ഓയിലിൻ്റെ വില കൂടിയാൽ ഗതാഗതത്തിൻ്റെ വില കൂടും, ഗതാഗതത്തിൻ്റെ വില കൂടിയാൽ എല്ലാത്തിൻ്റെയും വില കൂടും. ഓക്കെ, അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഏഷ്യൻ പ്രീമിയം. ഇന്ത്യക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഏഷ്യൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗൾഫ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈ അറബ് സ്റ്റേറ്റുകൾ ഇന്ത്യക്ക് അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഓയിൽ വയ്ക്കുമ്പോൾ കുറച്ച് പൈസ കൂട്ടി വയ്ക്കും. ഇതിനെയാണ് ഏഷ്യൻ പ്രീമിയം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പിന്നീട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അറബ് ലീഗ് ഉണ്ട്. അറബ് രാജ്യങ്ങളെല്ലാം കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന 56 മെമ്പേഴ്സുള്ള അറബ് ലീഗ് ഉണ്ട്, ഒന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ OIC ഉണ്ട്. OIC എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ മാത്രമല്ല, ലോകത്ത് മൊത്തമുള്ള ഒരു ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ്. 57 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് പാകിസ്ഥാനെ കാണാം, സൗദി അറേബ്യയും കാണാം, എനിക്ക് തോന്നുന്നു ഇറാനെ കാണാം, എല്ലാവരും കാണാം. ഓൾമോസ്റ്റ് മെയിനായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ടർക്കിയെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഖത്തറിനെ കാണാം, സിറിയ, നൈജീരിയ, കസാക്കിസ്ഥാൻ, കുവൈറ്റ്, മലേഷ്യ നിങ്ങൾക്ക് കാണാം, ഇറാനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഷിയ, സുന്നി എല്ലാവരും ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് കാണുന്നില്ല. ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ ഷിയയുണ്ട്, സുന്നിയുണ്ട്, എല്ലാവരും ഉണ്ട്. പാകിസ്ഥാനെക്കാട്ടി കൂടുതൽ എൻ്റെ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ് ഉള്ളത്. എന്നാൽ പോലും ഇന്ത്യയെ OICയിൽ കയറാൻ സമ്മതിക്കുന്നില്ല. ആര്? നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായ പാകിസ്ഥാൻ. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ OICയിൽ കയറാൻ സമ്മതിക്കുന്നില്ല. പിന്നെ OIC ഉപയോഗിച്ച് ഇന്ത്യയുടെ എതിരെ പാകിസ്ഥാൻ കുറേ കളിക്കാറുണ്ട്. അതായത് ഇന്ത്യക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ OIC പലപ്പോഴും ഇറക്കാറുണ്ട്. എക്സ്പെഷ്യലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കശ്മീർ ഇഷ്യൂവിൽ ഇന്ത്യയുടെ എതിരെ സ്റ്റേറ്റ്മെൻറ്റ് OIC ഇറക്കി. അതുപോലെ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും OICയുടെ ഒരു റെപ്രസെൻറ്റേഷൻ വന്നു, അത് ഇന്ത്യക്ക് അനുകൂലമല്ലായിരുന്നു. ഓക്കെ, പക്ഷേ പഹൽഗാമിൽ ഒരു അറ്റാക്ക് നടന്നപ്പോൾ സൗദി അറേബ്യയും UAEയും പല രാജ്യങ്ങളും ഇന്ത്യയുടെ എതിരെ ചെയ്തത് ശരിയല്ല, ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ OICയിൽ വന്നപ്പോൾ പാകിസ്ഥാൻ്റെ അജണ്ടയാണ് സ്ട്രോങ് ആയത്.
ഓക്കെ, അപ്പം നിങ്ങൾ മിഡിൽ ഈസ്റ്റ് ഏകദേശം മനസ്സിലാക്കി. വെസ്റ്റ് ഏഷ്യ എന്താണ്, മിഡിൽ ഈസ്റ്റ് എന്താണ്, ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്, എക്സ്റ്റേണൽ പവേഴ്സ് ഇവിടെ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും, ഇന്ത്യയുടെ റോൾ ഇവിടെയുള്ള ഡിസ്കസ് ചെയ്യുക, ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സാണ് ശരിക്കും വേണ്ടത്. ഫസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു സ്ഥലത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യവും ആ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അത് കഴിഞ്ഞിട്ടാണ് ഓരോ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. കീപ് വാച്ചിങ് the demo sessions. It will be fruitful. We will meet in the next class. Thank you.